ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ പുണ്യമേറിയ ഉറൂസ് മുബാറക്കിൽ സംബന്ധിച്ച് ധന്യരാകാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇവിടെ വന്നെത്തിയ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹസമ്പന്നരായ ഉളുവാർ നിവാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ശിആറുകൾ, അവൻ്റെ അഭിമാന സ്തംഭങ്ങളെ ആദരിക്കേണ്ട വിധം ആദരിക്കാൻ ബോധവും അവസരവും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും പൈശാചിക പ്രേരണകളിൽ നിന്നും അല്ലാഹു നമ്മെ മോചിപ്പിച്ച് വിശുദ്ധരായി ജീവിക്കാൻ നമുക്കൊക്കെയും അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സയ്യിദ് മുഹമ്മദ് ഖാസിം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ 16ാമത്തെ ഉറൂസ് മുബാറക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം ഇവിടെ ഉറൂസ് നടക്കുമ്പോഴും അതിൻ്റെ ഭാഗമായി വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കപ്പെടുമ്പോഴും നമുക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതും ചർച്ച ചെയ്യപ്പെടാനുള്ളതും ഒരൊറ്റ വിഷയം തന്നെയാണ്. ആരാണ് ആദരണീയരായ തങ്ങൾ? അവിടുത്തെ മാർഗമെന്താണ്? അവിടുത്തെ പിതാമഹന്മാരുടെ ഗുരുപരമ്പരയുടെ വഴിയെന്താണ്? അവരുടെ മാഹാത്മ്യമെന്താണ്? ഇതാണ് നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും. എത്രയെത്ര പറഞ്ഞാലും മതിവരാത്തതും എത്ര കേട്ടാലും മതിവരാത്തതുമായ വിഷയം. ഒരു യുഗത്തിൻ്റെ മുഹിയുദ്ദീനായി, ഖുതുബും ഗൗസുമായി, വിലായത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ശോഭിച്ച അസ്സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ അൽ അൻവരി മഹാനവറുകളുടെ ശിക്ഷണത്തിൽ തണലിൽ വളരുകയും ഉയരുകയും ചെയ്ത മഹാനരാണ് ഈ മനോഹര ദർഗയിൽ അന്തിയുറങ്ങുന്നവർ. ആരാണ് അസ്സയ്യിദ് ജലാലുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ? ഗൗസുൽ ആലം ഖുതുബുൽ അഖ്താബ് ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പരമ്പരയിൽ അതേ പവറിൽ കാലോചിതമായി കാലത്തിനനുസരിച്ച് പ്രൗഢോജ്വലമായി കത്തിജ്വലിച്ചു നിന്ന മഹാത്മാവാണ് സയ്യിദ് ജലാലുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാണ് ഗൗസുൽ ആലം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുഖദമിൽ നിലകൊണ്ട സുൽത്താനുൽ ഔലിയാ, ഔലിയാക്കളുടെ ചക്രവർത്തി. അതേ പ്രിയപ്പെട്ടവരെ, തികച്ചും പരിശുദ്ധമായ റബ്ബാനിയായ മാർഗമാണ് സയ്യിദ് മുഹമ്മദ് ഖാസിം തങ്ങളുടെയും അവിടത്തെ ഗുരുപരമ്പരയുടെയും പാത. പരിശുദ്ധമായ തൗഹീദിന്റെ പാതയാണ്. വിലായത്തിന്റെ തർബീയത്തിന്റെ ഏതൊക്കെ നിബന്ധനകളുണ്ടോ, ഏതൊക്കെ ഗുണഗണങ്ങളുണ്ടോ അതെല്ലാം സമ്മേളിച്ച മഹാരഥന്മാരാണ് ഈ ദർഗയിലുള്ളവരും അവരുടെ ഗുരുപരമ്പരയും.
ഞാൻ ഈ പറഞ്ഞത് കേവലം ആലങ്കാരികമായ വാക്കുകളല്ല, അതിശയോക്തി കലർത്തി പറയുകയും അല്ല. പരമസത്യം പരിമിതമായ വാക്കുകളിൽ ഒതുക്കി പറയുക മാത്രമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, വർത്തമാനകാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെ ആത്മീയതയുടെ പേരിൽ ധാരാളം കല്ലുവെച്ച നുണകളും ഒരു മര്യാദയും പാലിക്കാത്ത വിധത്തിലുള്ള തള്ളുകളും എമ്പാടും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് കഴിയൂല. ഖുർആനും ഹദീസും ഈ വഴ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയല്ലേ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിനകത്ത് കാണുന്ന ചതികൾ, ചൂഷണങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സംഘടനകളെ വളർത്താൻ വേണ്ടി, ഗ്രൂപ്പീസം ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ മേലിൽ പോലും അവന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ പോലും കള്ളത്തരം വ്യാജ വാർത്തകൾ പടച്ച് പ്രചരിപ്പിക്കുകയാണ്. ആരാ നമ്മുടെ നേതാവ് എന്നറിയോ? നമ്മുടെ നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സ്റ്റേജിൽ റസൂലുള്ളാ ഇരുന്നിരുന്നത്. നമ്മുടെ നേതാവ് പ്രസംഗിക്കാൻ ഇരുന്നപ്പോ ആ ഇരിപ്പിനനുസരിച്ചും എണീറ്റപ്പോ ആ എഴുന്നേറ്റതിനനുസരിച്ചും മൈക്ക് കൈകാര്യം ചെയ്യാൻ മൈക്ക് ഓപ്പറേറ്റർമാർ ആവശ്യമുണ്ടായിട്ടില്ല. അത് അള്ളയും മലക്കുകളും കൈകാര്യം ചെയ്തു. ഈ പരിപാവനമായ മജ്ലിസിന്റെ പ്രഭ അണക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വൃത്തികെട്ട പരാമർശങ്ങളൊന്നും ഞാൻ അമിതമായി ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം. ഇവരാരെ കുറിച്ചൊക്കെയാണോ ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, ആ നേതാക്കന്മാരെങ്ങാനും തിരിച്ചു വരികയാണെങ്കിൽ, പരലോകത്ത് നിന്ന് മടങ്ങി വരികയാണെങ്കിൽ ഈ വായാടികളുടെ തലമണ്ട അടിച്ചു പൊളിക്കുന്നതിൽ ഒരു തർക്കമില്ല. അത്തരം വഷളത്തരങ്ങൾ. ഉദുക്കുറു മഹാസിന മൗത്താക്കും, പരേതരുടെ നന്മകൾ, മെച്ചപ്പെട്ട കാര്യങ്ങൾ പറയണമെന്ന നബിവചനമുണ്ട്, അത് സുന്നത്ത എന്ന് വെച്ച് ഈ വക കല്ല് വെച്ച നുണകൾ പ്രചരിപ്പിച്ചിട്ട് വേണോ ഇസ്ലാമിക ദഅവത്ത്? എന്തൊരു വൃത്തികേടാണ് പ്രിയമുള്ളവരെ. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ, അനർഹമായത് തങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ, കല്ല് വെച്ച നുണകൾ പ്രചരിപ്പിച്ച് ദീനി ദഅവത്തിന്റെ വേദികൾ കൈയടക്കി വെച്ചവർ, അവർക്ക് കനത്ത താക്കീത് നൽകുന്ന തിരുഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. കനത്ത താക്കീത്, ഈ തോന്നിയാസം കാണിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അരുൾ ചെയ്യുന്നു, മനിദ്ദഅ മാ ലൈസ ലഹു ഫലൈസ മിന്നാ ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ. മനിദ്ദഅ മാ ലൈസ ലഹു, ഒരാൾക്ക് പ്രാപ്യമല്ലാത്തത്, ലഭ്യമല്ലാത്തത് ലഭ്യമായി എന്ന് വാദിച്ചാൽ, ഒരാൾ എത്താത്തിടത്ത് എത്തി എന്ന് വാദിച്ചാൽ, ഒരാൾക്ക് അർഹതയില്ലാത്തത് വാദിക്കാൻ തുടങ്ങിയാൽ, ഫലൈസ മിന്നാ, ഈ വാദിക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവരെ അല്ല, വിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിന് പോലും അവർ അർഹരല്ല. ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ, അവർ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചവരാണെന്ന് ഖാല റസൂലുള്ളാഹി. ധാരാളം ഹദീസുകൾ, പ്രമാണയോഗ്യമായ സ്വഹീഹായ എമ്പാടും ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഇതൊന്നും ആരും വഴന്ന് പറയൂല, മലർന്നു കിടന്ന് തുപ്പുന്ന ഏർപ്പാടാവുമല്ലോ പറഞ്ഞാല്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത, ലഭ്യമല്ലാത്തത്, പ്രാപ്യമല്ലാത്തത് ലഭ്യമായി, പ്രാപ്യമായി എന്ന് അഭിനയിക്കുന്ന ആള്. എന്നുവെച്ചാൽ എനിക്കില്ലാത്തതൊന്ന് ഞാൻ അഭിനയിക്കുക. മുഅ്മിനായി അഭിനയിക്കുക, കാട്ടിക്കൂട്ടുക ഈമാനില്ല.
മുസ്ലിമായി വേഷം കെട്ടുക ഇസ്ലാമില്ല. മുത്തഖിയായി അഭിനയിക്കുക തഖ്വയില്ല. വലിയായി കാട്ടിക്കൂട്ടുക വിലായത്തില്ല. തങ്ങളായി കെട്ടും വട്ടും കോലവുമൊക്കെ പടച്ചുണ്ടാക്കുക അഹ്ലുബൈത്തിന് ഖുർആൻ പറഞ്ഞ തിരുസുന്നത്ത് പറഞ്ഞ യാതൊരു യോഗ്യതയുമില്ലാതെ അഹ്ലുബൈത്ത് ചമഞ്ഞ് നടക്കുക. ഇത്തരത്തിലുള്ള ആളുകൾ കലാബിസി സൗബൈ സൂർ, കള്ളത്തരത്തിന്റെ 2 കുപ്പായത്തവരെ പോലെയാണ്. കുപ്പായം ചിലപ്പോ 16 ഉണ്ടാവും, നീളം കുപ്പായം ഒന്ന്, അതിന്റെ ഉള്ളിലൊന്ന്, പുറത്തൊന്ന്, പിന്നെ 4 പുതപ്പ് ഒക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അണിഞ്ഞോട്ടെ, ഇന്ന് ഇവിടെ കുഴപ്പമില്ല. ഈ രീതിയിൽ അനർഹമായത് ലഭ്യമല്ലാത്തത് ലഭ്യമായി എന്ന് വാദിക്കുന്നവർ കളവിന്റെ കുപ്പായവും ചതിയുടെ കുപ്പായവും അണിഞ്ഞു നടക്കുന്നവരാണ്. അത്തരക്കാർക്ക് വിശുദ്ധ ദീനിൽ മെമ്പർഷിപ്പിന് അർഹതയില്ല. അവർ ജീവിതകാലത്ത് തന്നെ നരകം ബുക്ക് ചെയ്തവരാണെന്ന് ശഫീഉന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിവന്യരായ ഖാസിം തങ്ങൾ, അവിടത്തെ ഗുരുപരമ്പര, പിതാമഹന്മാർ, ഈ ആത്മീയ നേതൃത്വം, ഇവർക്ക് യാതൊരുവിധ അവകാശവാദങ്ങളും ഇല്ല. അസത്യത്തിന്റെ ഒരു കണിക പോലും അവരിൽ ഇല്ല. പരസ്യങ്ങളോ പ്രകടനപരതകളോ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാനാകില്ല. 16ാമത്തെ ഉറൂസല്ലേ ഇപ്പൊ നടക്കുന്നത്? 15 ഉറൂസുകൾ ഇവിടെ നടന്നു. ഇതുപോലെ വിജ്ഞാന പ്രഭാഷണ വേദി നടന്നു. മൗലിദ് പാരായണവും അന്നദാനവും നീണ്ട 1.5 പതിറ്റാണ്ടു കാലം ഇവിടെ നിലനിന്നു പോന്നു. ഒരിക്കൽ പോലും ഒരു അനൗൺസ്മെന്റ്, ഒരു പരസ്യം ഈ പ്രോഗ്രാമിനുണ്ടായിട്ടില്ല. ഇക്കൊല്ലം ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ അനുമാനിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സംഘാടകരോട് ചോദിച്ചിട്ടൊന്നുമില്ല. അനുമാനത്തിൽ തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ മാപ്പാക്കണം. എന്താ ഞാൻ അനുമാനിക്കുന്നത്? ഇവിടെ ആളെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാമാണ്, ഒരു സ്വകാര്യ ചടങ്ങാണ് എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കണ്ട. നല്ല മനസ്സോടെ താല്പര്യത്തോടെ ആർക്കെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാൻ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴി തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. അതിനു വേണ്ടി ആയിരിക്കണം ഒരു ചെറിയ പരസ്യം ഈ വർഷം മാത്രം. ലോകരെ, ഇവിടെ ഒരു നേർച്ചപ്പിരിവ് നിങ്ങൾക്ക് കാണാനാകില്ല. ഇവിടെ ഒരു കറാമത്ത് കച്ചവടം ഇവിടെ കാണാനാകില്ല. ഇവിടെ ചൂഷണത്തിന്റെ ഒരു കണിക പോലും നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും കാണാനാകില്ല. ഇത് ഹക്കായ പ്രസ്ഥാനമാണ്, ഇത് ദീനിന്റെ യഥാർത്ഥ റൂട്ടാണ് എന്നതിന്റെ ചെറിയ ഒരു തെളിവാണത്. ചെറുത് വലുത് ഞാൻ പറയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ചെറിയ ഒരു സിഗ്നൽ, ചെറിയ ഒരു അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുത്തായ മുർഷിദായ അസ്സയ്യിദ് മുഹമ്മദ് ഫളിൽ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടത്തെ നസീഹത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് നാം ഓർക്കുകയാണ്. അല്ലാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാൻ, ദീനീ നേതാക്കന്മാരാകാൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തൊക്കെ യോഗ്യതകളാണോ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ യോഗ്യത എവിടെ ഒത്തോ അവിടെ കൂടണം. നമ്മുടെ ഗുരുവിന്റെ ഉപദേശ, ഖുർആനും സുന്നത്തും ദീനിന്റെ നായകന്മാർക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ അത് എവിടെ ഒത്തോ അവിടെ കൂടണം. അതെന്നിലൊത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരണം. മറ്റൊരാളിലാണ് അത് ഒത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളുടെ കൂടെ കൂടണം. വലൗ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, അവിടത്തെ വാക്കുകൾ കടമെടുത്താൽ നീഗ്രോ വംശജനായ ഒരു വടുവനാണ് നിങ്ങളുടെ നായകനായി വരുന്നതെങ്കിലും നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം, വഴിപ്പെടണം. ഒരവകാശവാദമില്ല. ആരാണോ അതിന് യോഗ്യർ അവരെ കൂടെ കൂടുക. ലോകമേ, ഒരു പരമസത്യം ഒരിക്കൽ കൂടെ അത്യുച്ചത്തിൽ വിളിച്ചു പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്.
അല്ലാഹുവും റസൂലും ദീനിന്റെ നായകന്മാർക്ക് പറഞ്ഞ യോഗ്യതകൾ, ശുറൂത്തുകൾ, നിബന്ധനകൾ, ഗുണഗണങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ 100% ഒത്തിണങ്ങിയവരാണ് ഈ ദർഗയിലുള്ളവരും അവരുടെ ഗുരുപരമ്പരയും. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒരു വ്യക്തിയെയും പേരെടുത്ത് ആക്ഷേപിക്കുന്ന പ്രശ്നമില്ല. ഒരു സംഘടനയെയും നമ്മൾ കാടടച്ച് വെടിവെക്കുകയോ അന്ധമായി വിമർശിക്കുകയോ ചെയ്യില്ല. നമുക്ക് പകർന്നു കിട്ടിയ അദബിന് വിരുദ്ധമാണത്. നാം പഠിപ്പിക്കപ്പെട്ട അച്ചടക്കത്തിന് എതിരാണ് ആ പണി. നമ്മളത് ചെയ്യൂല. പക്ഷേ ഹക്ക് പറയും, ബാത്തിലിനെതിരെ സംസാരിക്കും. അത് ഓരോ മുഅ്മിനിന്റെയും കടമയാണ്, ദീനീ ധർമ്മമാണ്. സത്യം പറയാ, അസത്യത്തെ എതിർക്കുക. ഈ ദുനിയാവാകുന്ന കമ്പോളത്തിൽ ധാരാളം കച്ചവടക്കാരെ, ആത്മീയ കച്ചവടക്കാരെ, ചൂഷകന്മാരെ നമുക്ക് കാണാനാകും. ഈ ദുനിയാവാകുന്ന കമ്പോളത്തിലെ ആത്മീയ കച്ചവടക്കാർ ഇസ്ലാമിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളാണവർ. സത്യത്തെയും സത്യത്തിന്റെ വാഹകരെ, വക്താക്കളെ എന്നും എതിർക്കുന്നവരാണവർ. രാഷ്ട്രീയക്കാരെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ നിലപാടുകളിൽ മലക്കം മറിയുന്നവരാണവർ. അവരുടെ അജണ്ട ദീന് വിറ്റ് ജീവിക്കുക, ഖുർആനും സുന്നത്തും വിൽക്കുക എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീനോ നേരും നെറിയോ സത്യമോ ധർമ്മമോ ഒന്നുമല്ല. അവരുടെ പ്രധാന വേല സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക. കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ, മദ്രസകളിൽ, പള്ളികളിൽ, മഹല്ല് ജമാഅത്തുകളിൽ, സമൂഹത്തിൽ
വിഭാഗീയതയും ഫിത്നയും ഉണ്ടാക്കി മുന്നോട്ട് പോവാ. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഈ കാലത്ത് മാത്രം അരങ്ങേറുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല. എന്നൊക്കെ ഹക്ക് ഈ ലോകത്ത് ളുഹൂറായോ, പ്രകടമായോ, ആ കാലത്തൊക്കെ അതിന്റെ നെഗറ്റീവായി അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരം ചൂഷകന്മാരെ, വഞ്ചകന്മാരെ കരുതിയിരിക്കാൻ അല്ലാഹുവും റസൂലും മാതൃകായോഗ്യരായ മുൻകാല ഇമാമുകളും മഹാന്മാരായ ആരിഫുകളും മുസ്ലിം ഉമ്മത്തിനെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കുടുങ്ങണ്ട. അല്ലാഹു അത്തരക്കാരെ ഖുർആനിൽ ഉപമിച്ചത് നമുക്കറിയാം. തെരുവിൽ നാക്ക് നീട്ടി നടക്കുന്ന നായയോടാണ്. ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. മറ്റൊരു ഉപമയിൽ ഗ്രന്ഥം ചുമക്കുന്ന കഴുതയോടാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. പുണ്യ റസൂൽ ഈ ഫിത്നക്കാരെ കുറിച്ച് പറഞ്ഞത് ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന്റെ താഴെയുള്ള ഏറ്റവും നീച നികൃഷ്ടവർഗം എന്നാണ്. ഗൗസുൽ ആലം ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടത്തെ നസീഹത്തിന്റെ സമാഹാരമാണ് അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന കൃതി. ഗൗസുൽ ആലം തങ്ങൾ തന്റെ മുന്നിലുള്ള ആളുകളോട് നസീഹത്ത് ചെയ്തത് ശിഷ്യന്മാർ ക്രമീകരിച്ച് രേഖപ്പെടുത്തി വെച്ച കിതാബാണ്. നമ്മൾ തിരുഹളറത്തിൽ വെച്ചത് വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഫത്ഹുർ റബ്ബാനി. ആ കാലത്ത് ഉണ്ടായിരുന്ന വ്യാജന്മാരെ തുറന്നു കാട്ടുന്ന ഒരുപാട് അധ്യായങ്ങൾ, ഒരുപാട് വരികൾ ഫത്ഹുർ റബ്ബാനിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ആയത്തുകളിലേക്ക്, ഹദീസുകളിലേക്ക്, ഉദ്ധരണികളിലേക്ക് വിശദമായി കടന്നു ചെല്ലുന്നില്ല, സമയം നീണ്ടുപോകും. ഇത്തരം പണ്ഡിത കോമരങ്ങളെയും അവരെ അന്ധമായി അനുകരിക്കുന്ന അനുയായികളെയും കണക്കിന് പ്രഹരിക്കുന്ന ഒരു ഖുർആൻ സൂക്തം ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന ഫൈസി ഉസ്താദ് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് എനിക്ക് ഓതി കേൾപ്പിച്ചു തന്നു, എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ ബഖറയുടെ 78-79. ഇത്തരം വ്യാജന്മാരെ കുറിച്ചും ആ വ്യാജന്മാരുടെ പിറകെ നടന്ന് ജീവിതം തുലക്കുന്ന അണികളെ കുറിച്ചും വസ്തുനിഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞറിയിക്കുന്ന രണ്ടായത്തുകൾ. വമിൻഹും ഉമ്മീയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. വമിൻഹും, ദീനിന്റെ വക്താക്കൾ എന്നവകാശപ്പെടുന്ന വേദക്കാർ, ഞങ്ങളാണ് ഖുർആനിന്റെ വക്താക്കൾ, ഞങ്ങളാണ് ഹദീസിന്റെ വക്താക്കൾ, ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ വക്താക്കൾ എന്നവകാശപ്പെടുന്ന, പ്രമാണം ചുമന്ന് നടക്കുന്ന, ഗ്രന്ഥക്കെട്ടുകൾ വഹിച്ച് നടക്കുന്ന ആ അഹ്ലു കിതാബിന്റെ കൂട്ടത്തിലുണ്ട് ഉമ്മീയൂൻ, ചില വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ. ആ വ്യാജന്മാരുടെ കൂട്ടത്തില് ചില സാധാരണക്കാരുണ്ട്, ഉമ്മിയൂൻ, അവർക്ക് അറിവില്ലാത്ത സാധാരണക്കാർ. ലാ യഅലമൂനൽ കിതാബ്, അവർ അൽ കിതാബ് അറിഞ്ഞിട്ടില്ല, യഥാർത്ഥത്തിൽ ഖുർആൻ അവർ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല.
ഇല്ലാ അമാനിയ, അടിസ്ഥാനരഹിതമായ ചില വ്യാമോഹങ്ങളല്ലാതെ ഖുർആനിനെ കുറിച്ച് അവർക്കൊരു ഗ്രാഹ്യവും ഇല്ലേ ഇല്ല. വഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ചില ഊഹം വെക്കുന്ന ചില ധാരണകളുടെ പിറകെ പോകുന്നവർ മാത്രമാകുന്നു. ഈ വേദത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന, കിതാബിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന, അഹ്ലുൽ ഹഖ് സത്യത്തിന്റെ വാഹകർ എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയിൽ ചില സാധാരണക്കാരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് അറിഞ്ഞതെന്താണ്? അടിസ്ഥാനരഹിതമായ ചില വ്യാമോഹങ്ങൾ അവർക്കുണ്ട്, ചില ഊഹാപോഹങ്ങൾ, ഭാവനകൾ, ധാരണകൾ അവർക്കുണ്ട്. എന്താണ് അവരുടെ ധാരണ? അവരുടെ പുരോഹിത വർഗത്തിന്റെ വായിൽ നിന്നും നിർഗളിക്കുന്ന വൃത്തികേടുകൾ, താന്തോന്നിത്തരങ്ങൾ ദീനാണെന്ന് ഭാവിക്കുന്നവരാണവർ. ശൈഖുന പറഞ്ഞില്ലേ, ഇനിയിപ്പോ വേറെ നേരും നേരെയൊന്നും നമ്മൾ നോക്കൂല, ശൈഖുന നരകത്തിക്കാണെങ്കിൽ ഞങ്ങളും പോയിക്കോളാം, ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇനിയിപ്പൊ നമ്മൾ നേരും നേരെയൊന്നും അത് അവിടുന്ന് പറഞ്ഞില്ലേ. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇന്നമാഹും മുഖല്ലിദൂന ലിഅഹ്ബാരിഹിം, അവരുടെ വ്യാജ പണ്ഡിത നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്ന പാർട്ടിയാണ് ഈ അനുയായികൾ. അന്ധമായി അനുകരിക്കുക, ഇതാണ് അവരുടെ ധാരണ. എന്താണ് അവരുടെ അടിസ്ഥാനരഹിത വ്യാമോഹം? അതെന്താ? ഈ നേതാക്കന്മാർ ഉരുവിടാൻ പഠിപ്പിച്ച ചില മന്ത്രങ്ങളും മുദ്രാവാക്യങ്ങളും അവരുടെ പിറകിൽ നടന്ന് ഉരുവിട്ടാൽ, മന്ത്രിച്ചാൽ അതുവഴി സ്വർഗത്തിലെത്താമെന്ന വ്യാമോഹം അവർക്കുണ്ട്. എന്നാൽ എന്താണ് അവർക്ക് പിണയുന്നത്? ഈ സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകളുണ്ടല്ലോ, ഗ്രൂപ്പീസത്തിന് ഇരയാകുന്ന, ചൂഷണത്തിന് ഇരയാകുന്ന, കൊള്ളക്ക് ഇരയാകുന്ന ഈ സാധാരണക്കാരുണ്ടല്ലോ, അവർ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നരകത്തിൽ എന്താണ് അവസ്ഥ? അഹ്സാബ് സൂറത്ത് 66-67. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. വിവരമില്ലാത്ത പാവങ്ങളായ പാമര ജനത, ചൂഷണത്തിനിരയായ ആളുകൾ, വഞ്ചകന്മാർ, ചൂഷകന്മാരുടെ പിറകെ നടന്ന് ദീനും ദുനിയാവും നഷ്ടപ്പെടുത്തിയ ഈ അനുയായികൾ നാളെ പരലോകത്ത് വന്നെത്തിയാൽ അവരുടെ മുഖങ്ങൾ നരകത്തിൽ മറിക്കപ്പെടുന്ന ദിവസം. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, മുഖം കുത്തി നരകത്തിൽ വീണ് കഴിയുമ്പോ അവരുടെ വിലാപം അല്ലാഹു എടുത്തു പറയുകയാണ്. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. അല്ലാഹുവിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ആ അല്ലാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾ വഴിപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വഖാലൂ, അവർ വിലപിച്ച് തുടർന്ന് പറയുന്നത്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. ഞങ്ങളുടെ നാഥാ, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സാദാത്തുക്കളെ, അഷ്റാഫിനെ, പവിത്രരെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന നായകന്മാരെ ഞങ്ങൾ പിന്തുടർന്നു. വകുബറാഅന ഐ ഉലമാഅന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ പഠിച്ച പണ്ഡിത വർഗത്തെ ഞങ്ങൾ പിന്തുടർന്നു, ഞങ്ങൾ അനുസരിച്ചു. റബ്ബേ, വാസ്തവത്തിൽ നിന്നിലേക്ക്, നിന്റെ തൃപ്തിയിലേക്ക്, നിന്റെ ഇഷ്ടദാസന്മാരുടെ പാർപ്പിടത്തിലേക്ക് നയിക്കുകയായിരുന്നില്ല അവർ ഞങ്ങളെ. ഫഅളല്ലൂന സബീലാ, ഞങ്ങളുടെ വഴി അവർ തെറ്റിച്ചു കളഞ്ഞു പടച്ചോനെ എന്ന് അവർ വിലപിക്കുന്ന വിലാപം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയാം. ഇതാണ്
പാമര ജനത അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരന്തം അള്ളാഹു കാക്കട്ടെ. ഇനിയോ ഈ ചൂഷകന്മാരായ ആളുകൾ അവരെ കണക്കിന് പ്രഹരിക്കുകയാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. ഫവൈലുൻ, അപ്പോൾ സർവത്ര നാശം, അല്ലെങ്കിൽ നരകത്തിൽ കഠിന കഠോര ശിക്ഷ, അറേഞ്ച് ചെയ്യപ്പെട്ട നരകത്തിലെ വൈലെന്ന തെരുവ്. ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വകരങ്ങളാൽ കിതാബ് എഴുതുന്ന ആളുകൾക്കാണ്. അതിന്റെ നേരെ മലയാളം ഈ പറയുന്നത്. സ്വന്തം കൈപ്പട കൊണ്ട് കിതാബുകൾ എഴുതിക്കൂട്ടുന്ന വർഗത്തിനാണ് സർവനാശവും, അല്ലെങ്കിൽ വൈലെന്ന തെരുവ്. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, അവരെഴുതുന്നു, കൈകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, മാസികകളിൽ സുവനീറിൽ അവർ ഹക്കിനെ എതിരെ എഴുതുന്നു, അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ ടച്ച് ഫോണിൽ അവരുടെ വിരലുകൾ കൊണ്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ തോന്നിയതുപോലെ എഴുതുന്നു. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, എന്നിട്ടവർ ജൽപ്പിക്കുന്നത് ഇത് ദീനാണെന്നാണ് അവർ ജൽപ്പിക്കുന്നത്. ഇത് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള നിയമമാണ്. താൻ തോന്നിത്തരങ്ങൾ എഴുതി പെരുപ്പിച്ച് എഴുതി പിടിപ്പിച്ചിട്ട് അവരവകാശപ്പെടുന്ന എന്താണ്? ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് പടച്ചോന്റെ അടുത്ത് നിന്നുള്ള തീരുമാനം നിയമമാണ്. എന്തിനാണ് അവർ ഈ നുണ പറയുന്നത്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ, തന്റെ പ്രസിഡന്റ് പദവി ഒന്ന് സ്ഥിരപ്പെടുത്താൻ, സെക്രട്ടറി കസേര ഒന്ന് ഉറപ്പിക്കാൻ, മെമ്പർഷിപ്പ് ഒന്ന് അടിവരയിട്ട് അവിടെ സ്ഥാപിക്കാൻ, ഇതിനു വേണ്ടി തുച്ഛമായ എന്തോ കാര്യം. അല്ലെങ്കിൽ ലഘുലേഖ വിറ്റ് പ്രസിദ്ധീകരണം വിറ്റിട്ട് അതിന്റെ ലാഭം കൈപ്പറ്റാൻ. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കരങ്ങൾ എഴുതി കൂട്ടിയതിനാൽ അവർക്ക് സർവനാശമുണ്ട്. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂ, അവര് അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്ഥാനമാനങ്ങളും പണങ്ങളുമൊക്കെ അവരുടെ നാശത്തിനാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പ്രിയമുള്ളവരെ, ഇവർ നാശം പിടിച്ചവരാണെന്നും അവരെ പിന്തുടർന്നാൽ ദീനും ദുനിയാവും കൊള്ളയടിക്കപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പഷ്ടമായി, കൃത്യമായി, വ്യക്തമായി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുസ്ലിം ലോകമേ, നമ്മൾ ആരുടെ കൂടെ കൂടണം? നമ്മൾ ആരെയാണ് അംഗീകരിക്കേണ്ടത്? നാം ആരിൽ നിന്നാണ് ഖുർആൻ പഠിക്കേണ്ടത്? നാം ആരിൽ നിന്നാണ് അഷ്റഫുൽ ഖൽഖിന്റെ തിരുചര്യ പഠിക്കേണ്ടത്? അതതിന്റെ റൂട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ വഴി തെറ്റും ഉറപ്പ്. ഏതൊക്കെ പാർട്ടിയാണ് ഇപ്പൊ ഇന്ന്, ഏതൊക്കെ ജാതിയാണ് ഇപ്പൊ ഇന്ന്, ഏതൊക്കെ ഐറ്റംസ്, ഏതൊക്കെ വർഗങ്ങളാണ് പഴുതാര മുതൽ രാജവമ്പാല വരെ ഉണ്ട് ഇപ്പൊ ഇന്ന്. മുസ്ലിം ലോകമേ, ആരുടെ കൂടെയാണ് നിങ്ങൾ കൂടേണ്ടത്? ഇത് അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. സ്വിദ്ഖുള്ളവർ, സത്യസന്ധതയുള്ളവർ, നേരുള്ളവർ, യാഥാർത്ഥ്യമുള്ളവർ, അവരുടെ കൂടെ നിങ്ങൾ കൂടണേ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിനെ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയൂല. അതിനുള്ള വഴിയാണ് വകൂനൂ മഅസ്സാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂട്ട്, അവരുടെ മഅയ്യത്ത്, അത് നിങ്ങൾക്ക് അനിവാര്യമാണ്. സിദ്ഖ് അത് നമ്മൾ സെർച്ച് ചെയ്യണം, അത് നമ്മൾ പരിശോധിച്ചേ പറ്റൂ. സിദ്ഖ് ഉണ്ടോ? മഹാന്മാരായ അംബിയാ മുർസലുകളെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ ഇടങ്ങളിലൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി, ആദ്യമായി അല്ലാഹു എടുത്തു പറഞ്ഞത് എന്തറിയോ? അവരെ സ്വിദ്ഖാണ്. നബി, റസൂല്, കറാമത്ത്, മുഅ്ജിസത്ത് ഇതൊക്കെ പിറകെ. ആദ്യം അവർ സ്വാദിഖുകളായിരുന്നു, സിദ്ദീഖുകളായിരുന്നു. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു
ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. ഖുർആനിന്റെ ഭാഗമായി, ഖുർആനിന്റെ ഭാഗം തന്നെയാണ് മഹാന്മാരെ അനുസ്മരിക്കുക. അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്, ഖുർആനീകമാണത്. അംബിയാ ഔലിയാക്കളുടെ മദ്ഹ് കീർത്തനങ്ങളാണ് ഖുർആനിലുള്ളത്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അഷ്റഫുൽ ഖൽഖിന്റെയും മഹാരഥന്മാരുടെയും അവരുടെ മഹത്വങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. സ്പെഷ്യലായിട്ട് പറയുന്നു വദ്കുറു ഫിൽ കിതാബി, ഖുർആനിന്റെ ഭാഗമായി അനുസ്മരിക്കൂ നബിയേ. അങ്ങയുടെ ജനതയ്ക്ക്, ലോകത്തിന് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഓർമ്മപ്പെടുത്തൂ നബിയേ ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. അവിടുന്ന് സിദ്ദീഖായിരുന്നു, നബിയായിരുന്നു. നബി രണ്ടാമതാ പറയുന്നത്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. ഖുർആനീകമായി തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഓർത്തെടുക്കൂ, അവരുടെ ചരിതം പറഞ്ഞു കൊടുക്കൂ, ആ മഹാനുഭാവനെ ഓർത്തെടുക്കൂ, അനുസ്മരിക്കൂ. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, കരാറ് പാലിക്കുന്നിടത്ത് സത്യസന്ധരായിരുന്നു ആ മഹാമനീഷി. വകാന റസൂലൻ നബിയ്യാ, അവിടുന്ന് റസൂലായിരുന്നു, നബിയായിരുന്നു. പിന്നെ പറയുന്നത് ഒരുപാട് ഇടങ്ങൾ കാണാം. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. നബിമാരെ വാഴ്ത്തി പറയുന്നിടത്ത് അവർ സ്വാദിഖുകളായിരുന്നു, സിദ്ദീഖുകളായിരുന്നു. അവരെ സിദ്ഖ്, സത്യസന്ധതയാണ് അല്ലാഹു. അതാണ് മർമ്മപ്രധാനം, അതാണ് ഇമ്പോർട്ടന്റ്. അതേ, സത്യമുള്ളവരെവിടെ? നബിമാർക്ക് ശേഷം സിദ്ഖുള്ളവരെവിടെ? സിദ്ദീഖുകളെവിടെ? സ്വാദിഖുകളെവിടെ? അവരെ കൂടെ കൂടുക തന്നെ വേണം. അതാണ് ഖുർആനീകമായ പ്രഖ്യാപനം. ആരാ സ്വാദിഖ്, ആരാ സിദ്ദീഖ്, ആരാ സ്വാദിഖ്? മലയാളത്തിൽ നമ്മളതിന്റെ വിവർത്തനം പറയാൻ സ്വാദിഖ് സത്യം പറയുന്നവൻ, സത്യവാൻ എന്നൊക്കെ പറയാം. വാക്കിൽ, സംസാരത്തിൽ സത്യസന്ധത പാലിക്കുന്നവൻ സ്വാദിഖാണ്. ഒരാൾ നന്നാകാൻ അതന്നെ മതി. എന്ത്? സംസാരത്തില് സത്യം മാത്രം പറയാ, അത് മതി. ഇന്ന സ്വിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. തീർച്ചയായിട്ടും സത്യം സത്യത്തിന്റെ വക്താവിനെ നന്മയിലേക്ക് നയിക്കും. വ ഇന്നൽ ബിർറ, നന്മ, യഹ്ദി ഇലൽ ജന്ന, സ്വർഗത്തിലേക്കും നയിക്കും. അപ്പൊ സത്യമാണ് സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും കൊണ്ടുപോകുന്ന ഇന്ധനം, സത്യം. ഒരു സൂഫി ഗുരുവിന്റെ ചരിത്രമുണ്ട്, ഒരു പുസ്തകത്തിൽ വായിച്ചു ഓർക്കുകയാണ്. ഒരു നാട്ടില് ഒരു കൊടും കുറ്റവാളി ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത കുറ്റമൊന്നുമില്ല, എല്ലാ തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്. പലിശയുണ്ട്, ചൂതുകളിയുണ്ട്, ചൂഷണമുണ്ട്, തട്ടിപ്പുണ്ട്, വെട്ടിപ്പുണ്ട്, മദ്യപാനമുണ്ട്, പലിശയുണ്ട്, ശാരീരിക ദ്രോഹമേൽപ്പിക്കലുണ്ട്, മറ്റുള്ളവരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കലുണ്ട്, അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാം ചെയ്ത ആള്. ഒരു സുപ്രഭാതത്തിൽ ഒരു ഉൾവിളി, ഈ പോക്ക് പോയാൽ പറ്റൂല, ഒന്നും നന്നാകണമല്ലോ. അദ്ദേഹം നന്നാകാൻ വേണ്ട വഴി, അതിന്റെ യഥാർത്ഥ റൂട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. അക്കാലത്ത് പ്രസിദ്ധനായ ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമക്ഷത്തിങ്കിലേക്ക് ഈ കൊടും കുറ്റവാളി നടന്നു ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ ചളിക്കുഴിയിൽ ജീവിക്കുന്ന ആളാണ്. നന്നായാൽ കൊള്ളാമെന്നുണ്ട്, ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കൊന്ന് നന്നാകണം. നമ്മുടെ നേതൃത്വത്തിന്റെ മുന്നിൽ എത്ര ആളുകൾ ഇതൊന്ന് പറയുന്നുണ്ട്, സലാമത്താകുന്നുണ്ട്. അതൊന്നും ഇപ്പൊ നമ്മളിവിടെ പരസ്യം ചെയ്യുന്നില്ല. ഈ കൊടും കുറ്റവാളിയായ ക്രിമിനൽ സൂഫി ഗുരുവിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് നന്നാകണം. കുറച്ച് ഭക്തിമുത്ത ആളാണെങ്കിൽ അങ്ങനെയാണ് മറുപടി വരിക. കാരണം അവനോടൊന്നും മിണ്ടാൻ മാത്രമല്ലല്ലോ ഞാൻ, ഈ ഞാൻ അവിടെ നിന്നല്ലല്ലോ ഉള്ളത്.
ആ സൂഫി ഗുരു സുസ്മേരവദനരായി ശാന്തരായി അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് നന്നാകണമല്ലേ, നല്ലവനായി മാറണമല്ലേ? തീർച്ചയായും അതിന് വഴിയുണ്ട്. താങ്കൾ കൂടുതലൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന ഒരു ചെറിയ നിർദ്ദേശം താങ്കൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ തീർച്ച താങ്കൾക്ക് രക്ഷപ്പെടാം. പക്ഷേ ഞാൻ ആ പറയുന്ന നിർദ്ദേശം എന്താണെന്ന് ഞാൻ വെളിവാക്കണമെങ്കിൽ, താങ്കളോട് തുറന്നു പറയണമെങ്കിൽ താങ്കൾ എനിക്ക് വാക്ക് തരണം, ഞാനതനുസരിക്കുമെന്ന്. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ. ആവശ്യമില്ലാത്തടത്ത് ഞാൻ വളമ്പാറില്ല, ഉപകരിക്കുന്നിടത്താ ഉത്ബോധനം. ഞാൻ ആ നിർദ്ദേശം താങ്കൾക്ക് തരാം, പക്ഷേ താങ്കൾ എന്ത് വേണം? അത് അനുസരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഈ ഫാസിഖായ മനുഷ്യൻ വാക്ക് കൊടുത്തു, ഞാനതനുസരിക്കാം. ഉടനെ സൂഫി ഗുരു പറഞ്ഞെന്താ? താങ്കൾ ഇന്നു മുതൽ ജീവിതത്തിലുടനീളം സത്യം മാത്രം പറയുക, ഒരിക്കലും കളവ് പറയരുത്. ഇത് കേട്ട തെമ്മാടിയായ മനുഷ്യൻ ചിന്തിച്ചു, ഇത് കൊള്ളാലോ, എന്നോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, ചൂഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അടിപിടി കൂടാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, അനാശാസ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കുഴപ്പമില്ല, ഇത് സിമ്പിളാണല്ലോ. അദ്ദേഹം വാക്ക് കൊടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഇനി സത്യം മാത്രമേ പറയൂ, ഒരിക്കലും കളവ് പറയില്ല, ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ച് ജീവിക്കും ഇൻഷാ അല്ലാഹ്. അദ്ദേഹം ഇറങ്ങി. പിറ്റേ ദിവസം നാട്ടിൽ പോയി, വീട്ടിലെത്തി. മോഷണം നടത്താനുള്ളൊരു ത്വര മനസ്സിൽ വന്നു. അങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി. വഴിയിൽ വെച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ മോഷണം നടത്തി ആ തുണ്ടി മുതലുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കെട്ടിയോള് ചോദിക്കും, ഇതിപ്പോൾ എവിടുന്നേ? നേര് പറഞ്ഞാൽ ഞാൻ നാണം കെടും. എന്നാൽ വീട്ടിൽ കൊണ്ടുപോകാതെ കമ്പോളത്തിൽ ആ തുണ്ടി വസ്തു, മോഷണ വസ്തു കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ കച്ചവടക്കാരൻ എന്നോട് ഇത് എത്ര രൂപക്ക് എടുത്തു, ഇത് എവിടുന്ന എടുത്തെന്ന് ചോദിച്ചാൽ സത്യം അവിടെ പറയണല്ലോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ സൂഫി ഗുരുവിനോട് പറഞ്ഞ വാക്ക് പൊളിച്ചവനാകും. നേര് പറഞ്ഞാൽ പുറം പൊളിയും. മോഷണ വസ്തുവും കൊണ്ട് വിൽക്കാൻ ചെന്നാൽ അദ്ദേഹം വഴിയിൽ വെച്ച് ചിന്തിച്ചു, ശരിയാവില്ല, മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രണ്ടാമത് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ പരിചയക്കാർ, വേണ്ടപ്പെട്ടവർ, അല്ല അസ്സലാമു അലൈക്കും വലിസ്ലാം, എങ്ങോട്ടാ ഇത് പോണതെന്ന് ചോദിച്ചാൽ ആ പോകുന്ന സ്ഥലം പറഞ്ഞാൽ വല്ലാത്ത നാണക്കേടാണ്. ആ കൃത്യം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ എവിടുന്നാ ഇപ്പൊ വരുന്നതെന്ന് ചോദിച്ചാൽ അത് അവിടെ പറഞ്ഞാൽ കുടുംബം കൊള്ളാവും. വേണ്ട, ആ മനുഷ്യൻ ആ ഒറ്റ നിർദ്ദേശം പാലിക്കുക വഴി സ്വാലിഹായി മാറി. ഇന്ന സ്വിദ്ഖ യഹ്ദീ ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്നാ. വാക്കിലെ സത്യം, സംസാരത്തിലെ സത്യം, ഇത് വലിയ ക്വാളിറ്റിയാണ്. പക്ഷേ ഒരാൾ സ്വിദ്ദീഖാകാൻ അത് മതിയാവുകയില്ല, വാക്കിലെ സത്യം കൊണ്ട് മാത്രം മതിയാവുകയില്ല. ഇമാം ഗസ്സാലി റഹിമഹുല്ല ഇഹ്യയിൽ അത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. സ്വിദ്ദീഖാകാൻ 6 മണ്ഡലങ്ങളിൽ 6 മേഖലകളിൽ സത്യസന്ധനായിരിക്കണം. 6 ഇടങ്ങളിൽ. ഏതൊക്കെ? ഒന്ന് ഇതന്നെ, സ്വിദ്ഖും ഫിൽ ഖൗലി, വാക്കിൽ സത്യം. നമ്മൾ അംസാക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒറ്റപ്പാല അംസാക്ക. ജീവിതത്തിൽ പരമാവധി സത്യം മാത്രം പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയലുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ അങ്ങനെ വേണം. സത്യസന്ധത കൈമോശം വന്നു പോകരുത്. പക്ഷെ അംസാക്ക ജനങ്ങളോടുള്ള സംസാരത്തിൽ മാത്രം സത്യം പറഞ്ഞാൽ സ്വാദിഖും ഫിൽ ഖൗൽ, സിദ്ഖും ഫിൽ ഖൗൽ ആവൂല. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ, പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ, ജനങ്ങളോട് സംവദിക്കുന്നതും ഇടപെടുമ്പോഴും മാത്രം സത്യം പറഞ്ഞാൽ പോരാ. നമ്മളെ നാവുകൊണ്ട് നമ്മൾ ഉരുവിടുന്ന ഓരോ വാക്കിലും നമ്മൾ സ്വാദിഖാകണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയിൽ സ്വാദിഖാകണം, സുബ്ഹാനല്ലയിൽ സ്വാദിഖാകണം, അൽഹംദുലില്ലയിൽ സ്വാദിഖാകണം, അല്ലാഹു അക്ബറിൽ സ്വാദിഖാകണം. കുറച്ച് ശ്രമകരമാണ്, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. തുറന്നാണ്ട് പറയാം, വഴലറിയണ മൊയിലേരാന്നുള്ളതുകൊണ്ട് എന്തിനാ ഇപ്പൊ പറയാൻ ഒരു നാണക്കേടും ഇല്ല. എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാ വാക്കിലും 100% സത്യസന്ധത. എന്തിനാ അധികം? നമ്മൾ നന്നാകാൻ ലാ ഇലാഹ ഇല്ലല്ല സത്യമായിട്ട് പറഞ്ഞാൽ മതി, അത് മതി. വേറെ ഒന്നും വേണ്ട, ഒരു സംഗതിയും വേണ്ട. മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന എന്ന് ഹദീസ് ഉണ്ട്.
മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, അത് ഖുർആനീക നിയമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വസ്തുനിഷ്ഠമായി അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് സത്യസന്ധനായി ആര് പറഞ്ഞോ അത് മതി. ഓരോ വെള്ളിയാഴ്ചകളിലും 2 ഖുതുബകൾ ഖതീബുമാരോതും. വെള്ളിയാഴ്ച ഒന്നാമത്തെ ഖുതുബ ഉപസംഹരിക്കുന്നത് ഒരായത്ത് കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലേ, കേട്ടിട്ടില്ലേ? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളുക. പിന്നെയോ വഖൂലൂ ഖൗലൻ സദീദാ, നേരായ വാക്ക് സത്യസന്ധമായി നിങ്ങൾ പറയുക. ഏതാ ഈ നേരായ വാക്ക്? മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൗലുൻ സദീദ്, നേരായ വാക്ക് സത്യസന്ധരായി നിങ്ങൾ പറയുക. അത് പറഞ്ഞു കിട്ടിയാൽ മതി, അത് പറഞ്ഞു കിട്ടിയാൽ മതി. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും നിങ്ങളുടെ ചെയ്തികളൊക്കെയും നിങ്ങളുടെ ചലനങ്ങളൊക്കെയും അല്ലാഹു നന്നാക്കി തരും. പിന്നെ നിങ്ങൾക്ക് നല്ലതേ ചെയ്യാൻ പറ്റൂ. മനുഷ്യ സഹജമായി വല്ല വീഴ്ചകളും വന്നാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെയും അല്ലാഹു പൊറുക്കുകയും ചെയ്യും. എന്താ ഡിമാൻഡ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മര്യാദക്ക് പറയാം. സുബ്ഹാനല്ലാഹ് മര്യാദക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് ഞാൻ വിശദീകരിക്കുന്നില്ല. ജീവിതം ഒരു വഴിക്കും, അൽഹംദുലില്ലാഹ് വേറെ വഴിക്കും. അല്ലാഹു അക്ബർ എനിക്ക് ഏറ്റവും വലുത്. എന്റെ എന്തിനേക്കാളും ഏതിനേക്കാളും ജീവിതത്തെക്കാളും ജീവനേക്കാളും വലുത് എന്റെ റബ്ബാണ്, അവന്റെ തൃപ്തിയാണെന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന അല്ലാഹു അക്ബർ പ്രഖ്യാപിക്കുന്നു. നാവ് കൊണ്ട് പറയുന്നു ജീവിതം വേറെ റൂട്ടിൽ നിന്നോണ. സിദ്ഖും ഫിൽ ഖൗൽ, നമുക്ക് അവിടെ തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതപ്പോ എന്താ ചെയ്യാ? എത്തിയവരെ കൂടെ കൂടെ വകൂനൂ മഅ സ്വാദിഖീൻ. ഒന്നതാണ്. 2 സിദ്ഖും ഫിൻ നിയ്യതി വൽ ഇറാദതി, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിയ്യത്തിൽ സത്യസന്ധത. ഒരു കാര്യം കരുതുമ്പോ ആ കരുതലിൽ സത്യസന്ധത. അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ എത്ര അമല് നന്നാക്കിയിട്ടും കാര്യമില്ല, അമലങ്ങട്ട് പർവ്വതീകരിച്ചിട്ട് കാര്യമില്ല. ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതും നരകത്തിലെറിയപ്പെടുന്നതും ഒരു ഷഹീദാണല്ലോ. മുസ്ലിം സൈന്യത്തിന്റെ കൂടെ പടവെട്ടി രണഭൂമിയിൽ ശത്രുവിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് മരിച്ച ഷഹീദ് അല്ലേ? പിന്നെ വിചാരണക്ക് കൊണ്ടുവരുന്നത് ഒരു സമ്പന്നൻ, ധർമ്മിഷ്ഠൻ, ധാരാളം ദാനം ചെയ്ത ധർമ്മിഷ്ഠൻ. മൂന്നാമത് കൊണ്ടുവരുന്നത് ഒരു ആലിമ്, ഖുർആൻ പഠിപ്പിച്ചു, അങ്ങനെ വളരെ ഫേമസ് ആയ ആലിമ്. ബുഖാരിയുടെ ഹദീസാണിത്. ഇവര് 3 ആളെയും കൊണ്ടുവന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? എന്താടാ ഫമാ അമിൽത ഫീഹ, ഞാൻ ഒരുപാട് നിഅമത്തും സൗകര്യവും ആയുസ്സും ഒക്കെ തന്നിട്ട് എന്താ നീ ചെയ്തത്? ഇവരൊക്കെ പറയും നിന്റെ മാർഗത്തിൽ ഞാൻ എൻ്റെ ജീവൻ നൽകി. ഒരാൾ പറയും, മറ്റയാൾ പറയും സമ്പത്ത് തന്നു, അത് സ്വതത്ത് ചെയ്തു. മറ്റയാൾ പറഞ്ഞു ഞാൻ വഅള് പറഞ്ഞു, നിന്റെ ദീന് ഞാൻ പ്രചരിപ്പിച്ചു. അള്ളാഹു പറയുന്നത് കദബ്ത, നുണയാണ്, കളവാണ്. എവിടെയാ നുണ? നിയ്യത്തിൽ നുണ. ഇതൊക്കെ ചെയ്തപ്പോ ഇവർക്ക് ഭൗതികമായ താല്പര്യം ഉണ്ടായിരുന്നു, ഭൗതികമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ശിർക്കതിന് കടത്തിയിരുന്നു. സിദ്ഖും ഫിൻ നിയ്യതി, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിയ്യത്തിൽ സത്യസന്ധത വേണം. വസിദ്ഖും ഫിൽ അസ്മി, വിശദീകരിക്കുന്നില്ല. പ്രതിജ്ഞയിൽ, പ്രഖ്യാപനങ്ങളിൽ, പ്രതിജ്ഞയിൽ സത്യസന്ധരായിരിക്കുക. വാക്ക് കൊടുക്കുന്നതിൽ രാഷ്ട്രീയക്കാരൊക്കെ വീട്ടുപടിക്കല് വോട്ട് വെച്ച് വരുമ്പോ എന്തൊക്കെ ഓഫർ ആയിരിക്കും അല്ലെ? ജയിച്ചാ പിന്നെ വഴിക്ക് കാണൂല. സിദ്ഖും ഫിൽ അസ്മി, പ്രതിജ്ഞയിലുള്ള വാക്ക് കൊടുക്കുന്നിടത്തുള്ള സത്യസന്ധത. വസിദ്ഖും ഫിൽ വഫാഇ, കരാറ് പാലിക്കുന്നിടത്തുള്ള സത്യസന്ധത. വസിദ്ഖും ഫിൽ അമലി, കർമ്മങ്ങളിലുള്ള സത്യസന്ധത, പ്രവർത്തനങ്ങളിലുള്ള സത്യസന്ധത. വസിദ്ഖും ഫീ തഹ്ഖീഖി മഖാമാത്തിദ്ദീനി, ദീനിലെ ഉന്നത സ്ഥാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലുള്ള സത്യസന്ധത. ദീനിലെ സ്ഥാനമാണ് ഖൗഫ്, അള്ളാഹുവിനോടുള്ള ഖൗഫ്, റജാ, സ്വബിർ, റിള, തവക്കുല് എന്ന് വെച്ചാൽ അള്ളാഹുവിൽ അർപ്പിക്കുക.
അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക, അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനാവുക, ഇതൊക്കെ ദീനിന്റെ മഖാമുകളാണ്. ആ മഖാമുകൾ തഹ്ഖീഖാക്കുന്നിടത്ത് സത്യസന്ധത. ഇതാണ് ആറാമത്തേത്. ഈ 6 രംഗങ്ങളിലും 6 ഇടങ്ങളിലും ഒരാൾ സത്യസന്ധനായാൽ ഫഹുവ സിദ്ദീഖുൻ, അതാണ് സിദ്ദീഖ്. ഇതിപ്പോ സ്ഥലത്ത് സത്യസന്ധനാകാൻ സാധാരണ മനുഷ്യന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ? വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധരുടെ കൂടെ കൂടുക, അതെന്നെ മാർഗമുള്ളൂ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അഭിവന്യരായ ഖാസിം തങ്ങളിലും അവിടത്തെ നേതൃത്വത്തിലും ഗുരുപരമ്പരയിലും നമുക്ക് കാണാനാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മഹത്വം, ഒന്ന് സിദ്ഖ്. അവരുടെ ജീവിതത്തിലുടനീളം സിദ്ഖ് നമ്മൾ കേട്ടറിഞ്ഞതല്ല, എന്റെയും നിങ്ങളുടെയും പച്ചയായ ജീവിതത്തിൽ അനുഭവബോധ്യമാണ്. അതുകൊണ്ട് ഇവിടെ പിടിച്ചോളൂ, രക്ഷ ഉറപ്പാണ്. മറ്റേ ഒരു മഹത്വം, ഒരു ക്വാളിറ്റി, ഒരു യോഗ്യത, അവരുടെ സമ്പൂർണമായ സുഹൃദ്. മഹാനരായ ഖാസിം തങ്ങളുടെ, അവിടത്തെ ഗുരുപരമ്പരയുടെ മഹത്വമേറിയ സുഹൃദ്. സുഹൃദ് എന്നാൽ പ്രപഞ്ചത്യാഗം, ഭൗതിക വിരക്തി എന്നൊക്കെ നമ്മൾ പറയും. അഥവാ ദുന്യാവിനെ അവഗണിച്ചുകൊണ്ട് ഉടമസ്ഥനായ റബ്ബിനെ പരിഗണിക്കുക. ഇതാണ് അതിന്റെ ആശയം. ദുന്യാവിനെ അവഗണിക്കുക, അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഉടമസ്ഥനെ പരിഗണിക്കുക, അവനിൽ ചേർന്ന് നിൽക്കുക. ഇതാണ് സുഹദിന്റെ ആശയം. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്താണ്, അവിടത്തെ ചര്യയാണ്, അവിടത്തെ രീതിയാണ്. അറേബ്യൻ മണലാരുണ്യത്തിലെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന പർവ്വത നിരകൾ സ്വർണമാക്കി തരാമെന്ന റബ്ബാനിയായ ഓഫർ വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സന്തോഷത്തോടെ നിരസിച്ച സംഭവം ഹദീസിലുണ്ടല്ലോ. എന്റെ ഹബീബേ, അങ്ങേക്ക് വേണമെങ്കിൽ ആ ഉയർന്ന പർവ്വത നിരകൾ സ്വർണമാക്കി തരാം. അവിടുന്ന് മൈൻഡ് ചെയ്തില്ല, അവിടുന്ന് അത് അവഗണിക്കുകയാണ് ചെയ്തത്. ഇമാം ബൂസീരി റഹിമഹുല്ല പറയുന്നുണ്ടല്ലോ, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി. പർവ്വതങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് ആകർഷിക്കും വിധത്തിൽ ഇങ്ങനെ കടന്നു വന്നു. സ്വർണമായി കൊഞ്ചിക്കുഴഞ്ഞു വരികയാണ് പർവ്വതങ്ങൾ. വറാവദത്തുഹു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അള്ളാഹു പ്രയോഗിച്ചത് എവിടെ അറിയോ? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യവും സൽസ്വഭാവവും കണ്ട ബീവി സുലൈഖ അനുരാഗം മൂത്ത് ആ പ്രവാചകന്റെ പിറകെ നടന്ന സംഭവത്തിലാണ് അള്ളാഹു പറഞ്ഞത്, വറാവദത്തുഹു ലത്തി ഹുവ ഫീ ബൈതിഹാ. വറാവദത്തുഹു, കൊഞ്ചിക്കുഴഞ്ഞ് അനുരാഗത്തോടെ പിറകെ നടന്നതിനെ കുറിച്ചാണ് റാവദത്തുഹു എന്ന് പ്രയോഗിച്ചത് ഖുർആൻ. ഇമാം ബൂസീരി റഹിമഹുല്ല അതേ പ്രയോഗം, വറാവദത്തുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി, അണിഞ്ഞൊരുങ്ങി മോഹിപ്പിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് പർവ്വതങ്ങൾ സ്വർണമാകാം എന്ന് പറഞ്ഞു വന്നപ്പം അന്നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി, അവിടത്തെ ഹിമ്മത്ത്, അത്യുന്നതമായ മനക്കരുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നോ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. സുഹദ് എന്ന് പറഞ്ഞാല് വാസ്തവത്തില് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഉസ്താദ് പാവം ഫക്കീറാണ്, ഒന്നുമില്ല, ഉടുക്കാനുമില്ല, കുടിക്കാനുമില്ല, സൗകര്യമില്ല, കിടക്കാനുമില്ല, എന്തോ ഒരു സാഹിദല്ലേ, ഔലിയ പാപ്പയായിട്ടുണ്ട്. അങ്ങനെ ആവൂലത്. സുഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക വിഭവങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ഇല്ലാതിരിക്കലല്ല. മഖ്ദൂം തങ്ങൾ അത് കൃത്യമായി അദ്കിയയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. വസ്ഹദ് വലാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖ്ദുൽ ലഹു തകു അഖലാ. വസ്ഹദ്,
നീ ദുന്യാവിനെ വിട്ടോ, നീ വിരക്തനായിക്കോ, നീ പ്രപഞ്ചത്യാഗിയായി മാറിക്കോ, സാഹിദായി മാറിക്കോ. അതെന്താ വിരക്തിയുള്ളവനാവുക എന്നാൽ? അതെന്താ? ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാലി, സമ്പത്തിനോടുള്ള നിന്റെ മനസ്സിന്റെ വൈകാരികമായ അറ്റാച്ച്മെന്റ് മുറിച്ചു കളയുക. സമ്പത്തിനോടുള്ള അഭിനിവേശം, സമ്പത്തിനോടുള്ള അമിതമായ പ്രേമം എല്ലാ ഹലാക്കിന്റെയും കാരണം എന്താണ്? പലിശ കച്ചവടം ചെയ്യാൻ കാരണം എന്താണ്? പരിധി വിട്ട ധനമോഹം അല്ലേ? കച്ചവടത്തിൽ ചതിപ്രയോഗം നടന്നത് എന്തുകൊണ്ടാണ്? സമ്പത്തിനോടുള്ള പരിധി വിട്ട മോഹം അല്ലേ? കുടുംബം തമ്മിൽ തെറ്റുന്നത് എന്തുകൊണ്ടാണ്? 2 ആഴ്ച മുമ്പല്ലേ മൊറയൂരില് ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പോകുന്ന 2 മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്ത് തർക്കത്തില് കലഹിച്ച് ഒരു സഹോദരൻ തന്റെ കൂടെ പിറപ്പിനെ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. എന്തേന്ന് പ്രശ്നം? സ്വത്ത് തർക്കം. ഒരുത്തൻ കബർക്കും പോയി, മറ്റാൾ ജയിലിക്കും പോയി. സ്വത്തെന്തായി? എല്ലാ ഹലാക്കിന്റെയും അതിന്റെ ഹെഡാണ് ഹുബ്ബുൽ മാൽ. ഇതൊഴിവാക്കുക. സ്വത്ത് ഒഴിവാക്കല്ല, സമ്പത്ത് ഒഴിവാക്കല്ല, പൈസ കത്തിച്ച് കളയല്ല, വിഭവങ്ങൾ ഒഴിവാക്കല്ല. വൈകാരികമായ അറ്റാച്ച്മെന്റ് അതിനോടുണ്ടാകാൻ പാടില്ല. അതുണ്ടാകാൻ പാടില്ല. അത് ഉടമസ്ഥനോട്, സമ്പത്തിന്റെ ഉടമസ്ഥനോടെ ഉണ്ടാകാൻ പാടുള്ളൂ. ഹൃദയത്തിന്റെ ബന്ധം, മനസ്സിന്റെ അറ്റാച്ച്മെന്റ്, സമ്പത്തുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെയാക്കലാണ് സുഹൃദ്. ലാ ഫഖ്ദുല്ലഹു, പണം ഇല്ലാതെയാകലല്ല സുഹൃദ്, സൗകര്യങ്ങൾ ഒഴിവാക്കലല്ല സുഹൃദ്, വിഭവങ്ങൾ ആസ്വദിക്കാതിരിക്കുകയല്ല സുഹൃദ്. നമ്മുടെ ശൈഖുന തങ്ങളുടെ നസീഹത്തിലുണ്ടായിരുന്നല്ലോ അല്ലേ? ഒരാള് ഗുസ്തിയിൽ ജേതാവാകണമെങ്കിൽ ലങ്കോട്ടിയൊക്കെ ഇട്ടിട്ട് ഒരു ഓപ്പൺ പ്ലേസിൽ ഒറ്റക്ക് വന്നിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചെന്നാല് അയാൾ എങ്ങനെ ജേതാവാകുക? അയാളോട് കിടപിടുക്കുന്ന ഒരാളെ മലർത്തിയടിക്കുമ്പോഴല്ലേ അയാള് ജേതാവാകുക, വിജയിയാകുക? ഇതുപോലെ ഭൗതിക വിഭവങ്ങളെല്ലാം അതിന്റെ പത്രാസോടെ, അതിന്റെ പളപളപ്പോടെ, അതിന്റെ പ്രൗഢിയോടെ വരുമ്പോ ഇടങ്കാലുകൊണ്ട് ചവിട്ടി ഒഴിവാക്കിയിട്ട് മല കയറല്ല വേണ്ടത്. അതിന്റെ കൂടെ നിന്നിട്ട് ഉടമസ്ഥനിലേക്ക് യാത്ര പോകുന്ന ഏറ്റവും വലിയ ജിഹാദും സുഹൃദും അതിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? തന്നെ ഒരിക്കലും സുഹൃദ് നടക്കൂല. ഹലാലായ, തനിക്ക് വിഹിതിക്കപ്പെട്ട, തനിക്ക് ലഭ്യമായ, തൻ്റെതായ സൗകര്യങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ച് അതോടൊപ്പം നിന്നുകൊണ്ട് അതുമായിട്ടുള്ള അമിതമായ അറ്റാച്ച്മെന്റ് ഡിസ്കണക്ട് ചെയ്യുക. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ലോക ചക്രവർത്തിയായി ലോകം ഭരിച്ച മഹാനായ പ്രവാചകർ എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചു. പക്ഷേ തഫ്സീറുകളിൽ കാണാം, ഒരു സെക്കൻഡിൽ പോലും ഉടമസ്ഥനായ റബ്ബിനെ മറന്നിട്ടില്ല. മറന്നോ അടികൊണ്ടു. ഹീല് കാണൊരു സംഭവം, എപ്പോഴൊക്കെ മറന്നു അപ്പ അടികൊണ്ടു. ഇന്ന റീഹ കാനത്ത് തസീറു ബി സുലൈമാൻ അലൈഹിസ്സലാം. അവിടുന്ന് കാറ്റിലാണല്ലോ യാത്ര, എയറോപ്ലെയിൻ ഒന്നുമില്ല. ഒരു വിരിപ്പ് വിരിക്കുക, കാറ്റിനോട് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പറയാം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കിലോമീറ്റർ മൈല് പോകും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എത്ര വൈകും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ കാറ്റില് പോയപ്പോ ഫനളറ ഇലാ ഖമീസിഹി നളറതൻ, അവിടുന്ന് അണിഞ്ഞ ആ നീളം കുപ്പായത്തിലേക്കൊന്ന് നോക്കി. വക്കാന ജദീദ, അത് പുതുപുത്തൻ ഖമീസായിരുന്നു. ഫകഅന്നഹു അഅജബഹു, കൊള്ളാലോ എന്റെ കുപ്പായം എന്ന് തോന്നി. ഫവളഅതുഹു റീഹ, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന്റെ മുമ്പ് കാറ്റ് അവിടെ ഇറക്കി, അവിടെ ലാൻഡ് ചെയ്തു. ഫഖാല ലഹാ ലിമ ഫഅൽതി വലം ആമുർക്കി, അതെന്താ എന്നെ ഈ വഴിയിലിട്ടത് കാറ്റ്? ഞാൻ ഇവിടെ ഇറക്കാനല്ലല്ലോ പറഞ്ഞത്. അപ്പൊ കാറ്റ് പറഞ്ഞു, ഇന്നമാ നുതീഉക ഇദാ അതഅതല്ലാഹ റബ്ബൽ ആലമീൻ, പടച്ചോന് വഴിപ്പെടുമ്പോഴേ നമ്മൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങളിപ്പോ അള്ളാനൊന്നും മറന്നില്ല കുറഞ്ഞ നേരം, അതുകൊണ്ട് ഇവിടെ ഇരുന്നോളി. അപ്പൊ ഒരു ദുർബലമായ നിമിഷത്തെ തെറ്റാണോ? ഞാൻ നിങ്ങൾ എന്തൊക്കെ പുതിയ പുതിയ കാറ് വാങ്ങി ഇങ്ങനെ നോക്കി റാഹത്തിൽ ഇങ്ങനെ നോക്കൂലേ, അല്ലാഹ് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ അവർക്ക് തെറ്റാണ്. അവർ അതിലൊന്നും എൻഗേജഡ് ആകാൻ പാടില്ല. ഇതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അതഅരിഫു ലിമ ഫറഖ്തു ബൈനക വബൈന വലദിക യൂസുഫ്,
നിങ്ങളുടെ ഇഷ്ടപുത്രൻ യൂസുഫിന്റെയും താങ്കളുടെയും ഇടയിൽ നാം വേർപിരിച്ചു, രണ്ടാക്കി കുറെ കൊല്ലങ്ങൾ. എന്തേ കാരണം എന്നറിയോ? അറിയില്ല പഠിച്ചോനെ. അള്ള പറഞ്ഞു കൊടുത്തു, സഹോദരങ്ങളുടെ കൂടെ ആട് മേക്കാൻ വിട്ട നേരത്ത് ഞാൻ അവന്റെ കാര്യത്തിൽ ചെന്നായയെ ഭയക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ദീപിനെ, ചെന്നായ്ക്കൾ ഇവനെ പിടിക്കും. എന്തിനെ ചെന്നായനെ കൊടുത്ത്? എന്നെ പ്രതീക്ഷിക്കാതെ ചെന്നായനെ കൊടുത്തത് അതിനൊക്കെ തന്ന പണിയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവം ഇഹ്യാഉലുദ്ദീനില് ഇമാം ഇതൊക്കെ ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബി നമുക്ക് കുറ്റല്ല. ഇങ്ങനെ ഒരു നിമിഷം പോലും റബ്ബിനെ മറക്കാതെ എല്ലാ പ്രൗഢിയോടെയും പകിട്ടോടെയും ജീവിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം. മഹാനായ അബുൽ ഹസൻ ശാദിലി റഹിമഹുല്ലാ നല്ല നിലവാരത്തിൽ ജീവിച്ച ആരിഫായിരുന്നു, ശൈഖായിരുന്നു, മുറബ്ബിയായിരുന്നു. കൂടിയ വാഹനങ്ങൾ, കൂടിയ വസ്ത്രം, വിഭവസമൃദ്ധമായ ആഹാരം അബുൽ ഹസൻ ശാദിലി തങ്ങൾക്ക്. അപ്പൊ ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞു, തങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഇപ്പൊ എത്ര കൂടിയ വാഹനം, ഇത്ര മൊഞ്ചുള്ള കുപ്പായും, ഇത്ര വലിയ കോഴി ബിരിയാണി ഇതൊക്കെ വേണോ? അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്താണ് അബുൽ ഹസൻ റഹിമഹുല്ലാ പറഞ്ഞ? എന്താണ്? ഇന്ന റബ്ബി ഗനിയുൻ ഖദ് അഅ്താനി റബ്ബി ഇൻ കാന റബ്ബുക ഫഖീറ കുൻ ഫഖീറ. എന്റെ റബ്ബ് മുതലാളിയാ, ആ മുതലാളിയായ റബ്ബ് എനിക്ക് തന്നു, ഞാൻ മേടിച്ചു. ഇൻ കാന റബ്ബുക ഫഖീറ കുൻ ഫഖീറ. നിന്റെ പടച്ചോന് ദരിദ്രവാസിയാണെങ്കിൽ നീയാണ് ദരിദ്രനായിട്ട് ജീവിച്ചോ, എനിക്ക് കുഴപ്പമില്ല. മഹാൻ ആ സൗകര്യങ്ങളിലൂടെ ജീവിച്ചു. ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ചരിത്രം കാണാം. സുഹുദിന്റെ കാര്യത്തിൽ രസകരമായ ചരിത്രം. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ അവിടുത്തെ ലഖായിഫുൽ മിനൻ എന്ന് പറഞ്ഞ തസവ്വുഫ് കിതാബിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രം. എന്താ സംഭവം? മഗ്രിബിൽ, മൊറോക്കോയിൽ ഒരു ഫഖീറായ സൂഫി വര്യനുണ്ടായിരുന്നു. പരമദരിദ്രനായി ജീവിക്കുന്ന ഒരു സൂഫി വര്യൻ. അദ്ദേഹത്തിന് മുരീദന്മാരൊക്കെ ഉണ്ട്. കടൽ തീരത്ത്, കടപ്പുറത്ത് ഒരു ചെറിയ ചെറ്റക്കൂര, കുടുംബമൊന്നുമില്ല, അദ്ദേഹം ബ്രഹ്മചാരിയാണ്. ഒരു ചെറിയ ചെറ്റക്കൂര, ആ വീടിനകത്തുള്ളത് ഒരു കിണ്ടി, ഒരു പാത്രം, ഒരു വിളക്ക്, വസ്ത്രമുള്ളൂ, വേറൊന്നുമില്ല. ആ കിതാബിൽ കാണാവക്കാന ഐഷുഹു മിമ്മാ യസ്വീദുഹു മിനൽ ബഹർ. ഉപജീവനം എങ്ങനെയാണ്? മുരീദന്മാരെ കയ്യാട്ടല്ല, അങ്ങനെ കണ്ടേ. ഷെയ്ഖ് എന്നും പറഞ്ഞിട്ട് പിരിവ് മാസം മാസം ഷെയ്ഖിന് അരി മേടിക്കാനും മുരീദന്മാര്. അങ്ങനെയല്ല, യഥാർത്ഥ ഷെയ്ഖന്മാർ അങ്ങനെ ആയിരിക്കില്ല, ഗുരുക്കന്മാർ അങ്ങനെ ആയിരിക്കില്ല. ഇതെങ്ങനെ? വകാന ഐഷുഹു, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം മിമ്മാ യസ്വീദുഹു മിനൽ ബഹർ, കടലിക്ക് മീൻ പിടിക്കാൻ പോകും. മീൻ പിടിച്ചിട്ട് കിട്ടിയത് കൊണ്ട് ചാപ്പാട് കഴിക്കും, അത് വിറ്റിട്ട് വല്ല റൊട്ടി എന്തെങ്കിലും മേടിക്കും. അങ്ങനെ ഒരു ലളിത ജീവിതം നയിക്കുന്ന ഒരു ഷെയ്ഖ്, ഒരു സൂഫി ഗുരു, മുരീദന്മാരൊക്കെ ഉള്ള ഒരു ഗുരു. എവിടേത്? മഗ്രിബ്, മൊറോക്കോയിലാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ ഷെയ്ഖി യാ മുർഷിദി, എനിക്ക് ബഗ്ദാദ് വരെ ഒരു യാത്ര പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങ് അനുവദിച്ചാലും. ആഹാ, എന്താ ആവശ്യം? ആവശ്യം പറഞ്ഞു, നീ ബഗ്ദാദിലേക്ക് പോകണം. നിന്റെ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് അവിടെ. നീ ബഗ്ദാദിൽ ചെന്ന് നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ ഞാൻ അഡ്രസ്സ് തരാം. ആ അഡ്രസ്സ് നോക്കി നീ അവിടെ ചെന്ന്, ആ മഹാനുഭാവൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, അവിടെ എൻ്റെ സലാം പറയണം, എൻ്റെ അന്വേഷണം പറയണം. ഈ ഫഖീറായ സൂഫി ഗുരു തൻ്റെ മുരീദിനെ പറഞ്ഞേൽപ്പിച്ചു. മുരീദ് മൊറോക്കോ വിട്ട് ഇറാഖിൽ ബഗ്ദാദിലെത്തി. അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശ്യം പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം ആ അഡ്രസ്സ് വെച്ച് ആളുകളോട് ചോദിച്ചു, എവിടെ വീട്? ആളുകൾ കാട്ടിക്കൊടുത്തു. നോക്കുമ്പോൾ കൊട്ടാര സമാനമായ ഒരു വലിയ ബംഗ്ലാവ്, ഒരു വലിയ വീട്. ആ വീടിന്റെ മുറ്റത്തേക്ക് കയറി നോക്കുമ്പോൾ മേത്തരം കുതിരകൾ, ഏറ്റവും അന്നത്തെ കൂടിയ വാഹനങ്ങൾ, കുതിരകൾ. ഒരു രാജകൊട്ടാരത്തിന്റെ പ്രൗഢിയും പകിട്ടുമുള്ള വല്ലാത്ത ഒരു അന്തരീക്ഷം. എന്റെ ഗുരു പറഞ്ഞത് ഇങ്ങനെ ഒരാള്, എന്റെ ഗുരു എങ്ങനെ ജീവിക്കുന്ന ആളാ, ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുവോ? നാട്ടുകാരോട് വീണ്ടും സംശയം തീർത്തു. അല്ല, ഈ പറഞ്ഞ ആള് തന്നെയാണ്. അത് കയറി ചെന്ന് അപ്പൊ അവിടുത്തെ ഖാദിമ് പറഞ്ഞു, അവിടുന്ന് അല്പസമയം കഴിഞ്ഞാൽ വരും, ഈ കസേരയിൽ ഇരിക്കും, അപ്പൊ കാണാം ഒരു വരവ്, ഒരു 1.5 വരവ്.
രാജാക്കന്മാരണിയുന്ന മുന്തിയ വസ്ത്രം, അന്ന് കിട്ടുന്ന ഏറ്റവും മുന്തിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാജകീയ പ്രൗഢിയിലൊരു വരവ്. ഈ മുരീദ് തിരിച്ചു പോയാലോ? ഇതെന്തൊരു ഔലിയത്! പോയാലോ? പക്ഷെ പോകാൻ പറ്റൂലല്ലോ. എൻ്റെ ഗുരു ഒരു വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, സലാം പറയാനും അന്വേഷണങ്ങൾ പറയാനും അല്ലേ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. അദ്ദേഹം മുന്നോട്ട് പോയി, സലാം പറഞ്ഞ് പരിചയപ്പെടുത്തി, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ഗുരുവിനോട് എനിക്കൊരു നിർദ്ദേശം പറയാനുണ്ട്, അത് നീ അവിടെ ചെന്നിട്ട് പറയണം. എന്താണത്? ഇലാകം ഇസ്തിഗാലുക ബിദ്ദുനിയ, എത്രടാ ഈ ദുന്യാവിന്റെ പിന്നാലെ ഓടുന്നത്? പച്ച മലയാളത്തിൽ. ആരോട്? ഈ മുരീദിനോട് പറയാം, നീ പോയിട്ട് നാട്ടിൽ പോയിട്ട് മൊറോക്കോയിൽ പോയിട്ട് നിന്റെ ശൈഖ് ഉണ്ടല്ലോ ആ ചങ്ങാതിനോട് പറ, ഇലാകം ഇസ്തിഗാലുക ബിദ്ദുനിയ, ഈ ദുന്യാവുമായി എൻഗേജ്ഡ് ആകുന്നത് എത്ര കാലം, അത് മതിയാക്കാൻ നേരായിട്ടില്ലേ? ഇദ്ദേഹത്തിന് ഭ്രാന്തായതോ എനിക്ക് ഭ്രാന്തായതോ ഇതെന്താ സംഭവം എന്നാ കുടുത്തം കിട്ടാതെ ഇടങ്ങാറാകുകയായിരുന്നു. ഏതായാലും സലാം പറഞ്ഞൊരു പരുവത്തുനിന്ന് അവിടുന്ന് എസ്കേപ്പായി പുറത്തിറങ്ങി. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു, ഗുരുവിനോട് ഈ നിർദ്ദേശം ഏതായാലും പറയാൻ പറ്റൂല. ഒരു രാജാവ് ഫക്കീറിനോട് ദുന്യാവ് ഒഴിവാക്കാൻ പറയും. എത്ര നിരർത്ഥകമാണത്, അർത്ഥശൂന്യമാണത്. അത് ശരിയാവില്ല. പക്ഷെ വിവരങ്ങളൊക്കെ പറയാം എന്ന് തീരുമാനിച്ച് ബഗ്ദാദിൽ നിന്ന് വണ്ടി കയറി മൊറോക്കോയിലെത്തി. തൻ്റെ ഗുരുനാഥന്റെ മുന്നിൽ ചെന്ന് വിവരമൊക്കെ പറഞ്ഞിട്ട്, ഇത് പറയാതെ ഏത് ദുന്യാവിന്റെ പിന്നാലുള്ള നടത്തം ഒഴിവാക്കാനാണ് ഇപ്പൊ ബഗ്ദാദിലെ ആള് പറഞ്ഞത് എന്ന് പറയാൻ നാണക്കേട് ഓർത്ത് പറയാതിരിക്കാൻ നിന്നപ്പോ അവിടുന്ന് കേട്ട് ചോദിച്ചു, അല്ല എന്നോട് പറയാൻ വല്ല നിർദ്ദേശം ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവര് തമ്മിൽ ലിങ്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ കുടുങ്ങി. പറഞ്ഞു, ശൈഖീ വ മുർഷിദി, അങ്ങനെ ഏൽപ്പിച്ച് കാണാൻ ചെന്ന ആളുണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നപ്പോ കൊട്ടാരമാണ് കണ്ടത്, മേത്തരം വാഹനങ്ങളാണ് കണ്ടത്, പ്രൗഢിയും പകിട്ടും അലങ്കാരങ്ങളും പത്രാസുമാണ് കണ്ടത്. അങ്ങനത്തെ അദ്ദേഹം അങ്ങയോട് പറഞ്ഞത് ദുനിയാവിന്റെ പിറകെ ഓടണ്ട എന്നാണ്. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഈ മുരീദ് ആ ഫഖീറായ ഗുരുവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, സ്വദഖ അഖീ, എന്റെ അഹ്. അങ്ങനെ ഈ കിടക്കുന്ന ആള് നേതൃത്വത്തെ അഹ് എന്ന് വിളിച്ചിരുന്നു അല്ലേ? സ്വദഖ അഖീ, എന്റെ സഹോദരൻ പറഞ്ഞ എത്ര സത്യമാണ്. അവിടുന്ന് ആ പ്രൗഢിയിലും പകിട്ടിലും സൗകര്യങ്ങളിലും എല്ലാ അലങ്കാരങ്ങളിലും ജീവിക്കുമ്പോഴും ഒരു നിമിഷം പോലും റബ്ബിനെ മറക്കുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. മീൻ പിടിക്കാൻ കടലിൽ ഇറങ്ങിയാൽ എപ്പോഴും എനിക്കൊരു ഫിക്റാണ്, ഇന്ന് വല്ലതും കിട്ടുമോ, കിട്ടാതായാൽ മുരീദന്മാരുടെ കൈ നീട്ടേണ്ടി വരുമോ? ഈ ഒരു ഫിക്റിനെങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും, വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതാണ് ആ പറഞ്ഞത്. എന്റെ അഹ് ബഹുമാനപ്പെട്ടവർ, അതാരാ? സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നോക്കൂ നിങ്ങൾ, എല്ലാം ഉണ്ടായിട്ട് സാഹിദാണ്, ഒന്നുമില്ലായിട്ട് അവിടെ എത്താനും പറ്റിയിട്ടില്ല. അതാണ് പറഞ്ഞത്, വസ്ഹദ് വലാ ഫഖദുൻ അലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖദുൽ ലഹു തകു അഖലാ. ഈ വിധം യാതൊരു ഭൗതിക വിഭവങ്ങളും മനസ്സിനെ സ്വാധീനിക്കാതെ റബ്ബാനിയായ ദിക്ർ ഫിക്റിൽ നിത്യമായി നിലകൊള്ളുന്ന സുഹ്ദിന്റെ പവർ സയ്യിദ് മുഹമ്മദ് ഖാസിം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്കുണ്ടായിരുന്നു. ഞാനൊക്കെ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒരു ഹദിയ കൊടുത്താല് ആ ഹദിയ എങ്ങനെ മേടിച്ചിട്ട് അതിങ്ങനെ ഒരു തോർത്തുമുട്ടിൽ പൊതിഞ്ഞിട്ട് അതിലേതെങ്കിലും പാവം വന്നാൽ കെട്ടി പൊതിഞ്ഞിട്ട് ഒറ്റ കൊടുക്കാൻ ഒന്നായിട്ട് 10 പൈസ പോക്കറ്റിലുണ്ടാവില്ല, മുഴുവൻ കൊടുക്കും. എനിക്കെന്നെ ഓർമ്മ ഉണ്ട്, ഒരു എറണാകുളത്ത് മാസ് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് സൂട്ട് കേസാണ് തുറന്നു. എന്നാൽ അവിടുന്ന് അണിയുന്നൊരു പൈജാമ ആദ്യം എടുത്തു തന്നു, പിന്നെ ഒരു അത്തറിന്റെ ബുക്ക് എടുത്തു തന്നു. ഇനി എന്താ നിനക്ക് വേണ്ട? ഞാൻ ഇറങ്ങി ഓടി. ഉണ്ടോ? പ്രിയമുള്ളവരെ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ റബ്ബിന്റെ ദിക്ർ ഫിക്റിൽ അവർ നിത്യമാണ്. അവിടുന്ന് അവർ മാറൂല. പുറമെ നിന്ന് നോക്കുമ്പോ എന്താ വീട്, എന്താ സെറ്റപ്പ്, എന്തോ ഇന്നോവ കാറ്, എന്താ വസ്ത്രം, എന്താ കോലം, എന്താ ചെരുപ്പ് അല്ലേ? പക്ഷേ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കൂല. വബൈതി ജന്നതി ഹൂരി ജിവാരി വലാകിൻ ലാ
ഇലൈഹാ ഇൽതിഫാതി. ഗൗസുൽ ആലമിന്റെ കവിതയാണത്. എന്റെ വീട് സ്വർഗീയ സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്റെ വീട്ടിലെ, വലാകില്ല ഇലൈഹാ ഇൽതിഫാതി. അങ്ങോട്ട് ഞാൻ നോക്കൂല. എങ്ങനെ നോക്കുക? റബ്ബിന്റെ ലിഖാഇന്റെ ജംഇന്റെ മുനാജാത്തിന്റെ അല്ലാഹുവിന്റെ ദർശനത്തിന്റെ സന്ധിയുടെ സംഭാഷണത്തിന്റെ ആത്മനിർവൃതിയിൽ ആനന്ദ സായുജ്യത്തിൽ അഭിരമിക്കുമ്പോൾ ഈ നിലവാരം കുറഞ്ഞ ശവത്തിലേക്ക് എങ്ങനെ അവർ നോക്കി നിൽക്കും? അദ്ദുന്യ ജീഫ, അദ്ദുന്യ ജീഫ. ഇത് ശവാന്നാ റസൂൽ പറഞ്ഞത്. ഈ പരമാനന്ദ ലഹരിയിൽ ആറാടുമ്പോ ഇങ്ങോട്ട് നോക്കി നിൽക്കാൻ അവർക്ക് പറ്റൂ. ഇനി വല്ലപ്പോഴും ഭൗതിക വിഭവങ്ങളോട് ചെറിയൊരു ചാച്ചിൽ വന്ന അപ്പ വിട്ടു. നമ്മൾ എത്ര കണ്ടതാ? ഒരു സുപ്രയില് വിഭവ സമൃദ്ധമായ ആഹാരമൊക്കെ റെഡി, നമ്മളും റെഡി. അങ്ങനെ ഒരു സാധനത്തിൽ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണെങ്കിൽ അപ്പ നീക്കി വെച്ചെടുത്തത്. നമ്മളാണെങ്കിലോ ഒരു 4 പീസ് പഹയന്മാരാരെങ്കിലും എടുക്കുമോ നോക്കിയിട്ട് അതങ്ങോട്ട് അല്ലേ, ഇത് തന്നെ സ്വാധീനിച്ചു ആ ടേസ്റ്റ് എന്ന് കാണുമ്പോൾ അപ്പം അതങ്ങോട്ട് നീക്കും. തന്നെ സ്വാധീനിക്കാൻ പറ്റൂല. അത് ചിലപ്പോ കോടികളാകാം, ലക്ഷങ്ങളാകാം, സുഖസൗകര്യങ്ങളാകാം, എല്ലാം ത്യജിക്കും. എന്നാലോ ദിക്റ് ഫിക്റിൽ എൻഗേജ്ഡ് ആകുന്ന അവസ്ഥയിൽ അവകളുമായൊക്കെ കെട്ടിപ്പിണഞ്ഞും സഹവസിച്ചും കൂടിയിട്ടും അതും കാണും. മഹാനായ അബൂ സുലൈമാനു ദാറാനി റഹിമഹുല്ല പറയുന്നുണ്ട്, അസ്സുഹുദു ഇൻദനാ തർക്കു കുല്ലി ഷൈഇൻ യുശ്ഗിലുക അനില്ലാഹി അസ്സ വജൽ. അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് എൻഗേജ്ഡ് ആക്കുന്നതൊക്കെ ഒഴിവാക്കുക. അള്ളാഹുവിനെ വിട്ട് എൻഗേജ്ഡ് ആക്കുന്നത് എന്തുണ്ടോ അതൊക്കെ ഒഴിവാക്കുക. അപ്പൊ കെട്ടിയോളെ 3 ചൊല്ലുക, കുട്ടികളെ എത്തിങ്കാനിയിലാക്കുക, അങ്ങനെയല്ല. അതിന് കൂടെ നിന്നിട്ട് അള്ളാഹുവിന്റെ ദിക്ർ ഫിക്റിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അതാണ് സുഹൃദ്. അപ്പോ സിദ്ഖിന്റെ വക്താക്കളാണ് ഇവര്, സുഹദിന്റെ വക്താക്കളാണ് ഇവര്. സയ്യിദ് മുഹമ്മദ് ഖാസിം തങ്ങളുടെയും അവിടത്തെ നേതൃത്വത്തിന്റെയും മറ്റൊരു സ്ഥാനം തൗഹീദിന്റെ അത്യുന്നത പദവിയാണ്. അവരുടെ മറ്റൊരു ക്വാളിറ്റി തൗഹീദ്. ഒരുപാട് റേഞ്ചിലാണുള്ളത്. ഈ തെരുവിലൊക്കെ കച്ചവടം ചെയ്യുന്ന തൗഹീദ് ഉണ്ട്, പള്ളിയിലും വല്ലാക്കാന്റെ അടുത്തുള്ള തൗഹീദ് ഉണ്ട്, മുസ്ലിയാരുടെ അടുത്തുള്ള തൗഹീദ് അല്ലെ, പല തൗഹീദ് അല്ലെ. ഈമാനൊക്കെ ഒരുപാട് റേഞ്ച് ഉണ്ടല്ലോ, ദറജ ഉണ്ടല്ലോ. തൗഹീദിന്റെ അത്യുന്നത മണ്ഡലമാണ് ഈ നായകന്മാരുടെ സ്ഥാനം. അവർ ഒരു പണക്കാരന്റെ പിന്നാലെയും പോകൂല, ഒരു അധികാരിയുടെ പിറകെയും അവര് പോകൂല. പോകുന്ന പ്രശ്നമല്ല. ഇവിടെ ഇപ്പൊ കാണുന്ന എന്താ, ഡൽഹിക്കാണ് പ്ലെയിൻ കയറുക, എന്നിട്ട് അവിടെ അങ്ങനെ ബാഗും പിടിച്ച് മേപ്പട്ടോക്കി കുത്തിരിക്കുക. ട്രിവാൻഡ്രത്തേക്ക് അങ്ങോട്ട് ട്രെയിൻ കയറുക, അവിടെ പോയിട്ട് 4 ദിവസം പെറ്റിടക്കുക. ആരെ ശൈഖൂന, എന്തിന്? മന്ത്രിനെ കാണാൻ. എന്തിന്? കാര്യം ലൊട്ടിലെടുക്കുക നടന്നിട്ടാൻ. ഈ പണി ഉന്നതമായ തൗഹീദിന്റെ അത്യുന്നത മണ്ഡലത്തിൽ വിരാജിക്കുന്ന മഹാത്മാക്കൾക്ക് ഉണ്ടാവില്ല. ഒരു അധികാരിയുടെ പിറകെയും പോവില്ല, ഒരു പണച്ചാക്കിന്റെ പിന്നാലെയും പോവില്ല. നോക്കൂ നിങ്ങൾ, ഏറ്റവും അറിയപ്പെട്ട കോടീശ്വരന്മാർ, വലിയ വലിയ ബിസിനസ്സുകാർ, എല്ലാ സമ്മേളനത്തിലും അവർക്ക് അവല് സഫുല സീറ്റ്. എന്താ അവർക്കുള്ള യോഗ്യത? പണം തന്നെ. അതൊന്ന് ജാക്കി വെച്ച് പൊക്കിയാല് അവിടെ 1 കോടിയാണ് ഓഫർ ചെയ്യും. അല്ലല്ലോ, ആയിക്കോട്ടെ, നല്ല കാര്യത്തിന് പിരിവെടുക്കണമെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഒരു പണച്ചാക്കിന്റെ പിന്നാലെയും പോകൂല, ഒരു അധികാരിയുടെ പിറകെയും പോകൂല. അവരെ കാര്യം എങ്ങനെ നടക്കുക? അവരെ കാര്യം അവർ ബിസ്മി കൊണ്ട് നടത്തും. അവരെ ബസ്മലത്ത് എന്താ? അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ നാമം ഉരുവിടലല്ല അവരുടെ ബിസ്മി. നമ്മളെ ബിസ്മി എന്താണ്? അല്ലാഹ് എന്ന നാമം ഉരുവിടലാണ് നമ്മുടെ ബിസ്മി. അവരെ ബിസ്മി അതല്ല. അല്ലാഹ് എന്ന നാമം കൊണ്ട് ബറക്കത്ത് സിദ്ധിക്കലാണ് അവരുടെ ബിസ്മി. അള്ളാഹുവിന്റെ സർവനാമങ്ങളും വിശേഷണങ്ങളും കൊണ്ട് ബറക്കത്ത് സിദ്ധിക്കലാണ് അവരുടെ ബിസ്മി. ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും തിരമാലകളിലും ആടാതെ ഉലയാതെ തകരാതെ മുങ്ങിപ്പോകാതെ അഹ്ലുബൈത്ത് എന്ന കപ്പൽ ബിസ്മിയുടെ പവറിലോടും ലക്ഷ്യസ്ഥാനത്തത് ബ്രേക്ക് ചെയ്യും. ശൈഖുനാ വ മുർഷിദുനാ വ സംറത്തു ഫുആദിനാ അസയ്യിദ് മുഹമ്മദ് ഫളൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് നസീഹത്തിൽ നമുക്ക് എത്ര പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ദീനിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പുണ്യപൂമാന്റെ മഹാനേതാവിന്റെ ക്വാളിഫിക്കേഷൻ
എന്താണ് ആ നേതാവിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ? അതെവിടെത്തോ അവിടെ കൂടുക, അതെവിടെ ഉണ്ടോ അവിടെ കൂടുക. എന്നിട്ട് പറയാണ് ആ ക്വാളിഫിക്കേഷൻ. ഈ നായകന്മാർ കൈഫയുടെ പിറകെ പോകൂല, ഐനയുടെ പിറകെ പോകൂല, മത്തയുടെ പിറകെ പോകൂല. ഈ 3 കുന്ത്രാണ്ടം, ഈ 3 മെറ്റീരിയലാണ് നമ്മളെ അലോസരപ്പെടുത്തുന്നത്, നമ്മളെ ടെൻഷൻ കുടിപ്പിക്കുന്നത്, നമ്മളെ അസ്വസ്ഥരാക്കുന്നത്, നമ്മളെ തളർത്തിയിരുത്തുന്നത്. ഈ 3 മെറ്റീരിയല. ഒന്ന് കൈഫ, എങ്ങനെ പിള്ളേരെ പോറ്റും, എങ്ങനെ മോളെ കല്യാണം നടത്തും, എങ്ങനെ ഇപ്പൊ വീടുണ്ടായി കിട്ടുക. ഐന, എവിടുന്നാപ്പ അതിന്റെ ഫണ്ട് വരിക. മത്ത, എപ്പോഴാതൊന്ന് നടപടി ആകുക, സോക്കേടാ ഇതെന്നാപ്പൊന്ന് മാറിക്കിട്ടുക. ഈ ബാണ്ടക്കെട്ടുകൾ അവർ പേറുന്ന പ്രശ്നമില്ല. അൽഹംദുലില്ലാഹില്ലദീ കയ്യഫൽ കൈഫ തനസ്സഹ അനിൽ കൈഫിയ. എങ്ങനെ എന്ന് രൂപപ്പെടുത്തിയവനാണ് അല്ലാഹു, എങ്ങനെ എന്നതിൽ നിന്ന് വിശുദ്ധനുമാണ് അല്ലാഹു. ആ അല്ലാഹുവിന്റെ ആളുകളായ റബ്ബാനിയായ ആളുകൾ തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, ആ സൽഗുണങ്ങൾ കൊണ്ട് ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. അവർ എവിടെന്ന്, എങ്ങനെ, എപ്പോൾ എന്നൊന്നും യാചിച്ച് നടക്കൂല. ഇങ്ങനെ മന്ത്രിച്ച് നടക്കുന്നവനെ എവിടുന്ന് നടക്കും, എപ്പ നടക്കും, എവിടുന്ന് കിട്ടും, എപ്പ കിട്ടും എന്നൊക്കെ ആലോചിച്ച് ബാഗ് എടുത്ത് അധികാരി വർഗത്തിന്റെയും സമ്പന്ന വർഗത്തിന്റെ പിറകെയും നടക്കുന്ന മനുഷ്യ, നീ തെരുവ് തണ്ടിയാണ്. ഈ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കാൻ നിന്നെ പറ്റൂല. നിനക്ക് തങ്ങൾ എന്ന് പേരുണ്ടാകും, വലിയ കെട്ടും വട്ടും ഉണ്ടാകും, നിന്റെ കയ്യിൽ ജപമാല തൂക്കിയിട്ടിട്ടുണ്ടാകും, മൊരടൻ അനക്കി തൊണ്ട അനക്കി ഭക്തി നീ പ്രകടിപ്പിക്കുന്നുണ്ടാകും. നിനക്ക് വിശുദ്ധ ദീനിന്റെ അധ്യക്ഷനാകാനുള്ള അർഹതയില്ല. നിനക്ക് ഫിത്ന ബോർഡിന്റെ അധ്യക്ഷനാകാനുള്ള അർഹത ഉണ്ടാവും. അവിടെ ഇരിക്കാം. കണ്ടോ, തൗഹീദിന്റെ അത്യുന്നതമായ തലം അവിടെയാണ് ഇവർ വിരാജിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സിദ്ഖ്, സുഹദ്, കറകളഞ്ഞ തൗഹീദ് ഇതൊക്കെ നമ്മുടെ നേതൃത്വത്തിനുണ്ട്. സയ്യിദ് മുഹമ്മദ് ഖാസിം തങ്ങൾക്കുണ്ട്. ഇതൊക്കെ അവരെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ട്, അല്ലേ? ഉണ്ട്. എന്നിട്ടും ശത്രുക്കളുണ്ടല്ലോ, എന്നിട്ടും ആരോപണങ്ങളുണ്ടല്ലോ, എന്നിട്ടും വിമർശനങ്ങളുണ്ടല്ലോ. ഉണ്ട്, ഉണ്ടാകണം, ഉണ്ടായേ മതിയാകൂ. അതാണ് ഇത് ഹക്കാണെന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ്. എന്തുകൊണ്ട്? ലോകത്ത് വന്ന നബിമാരൊക്കെയും ലോകത്ത് വന്ന വലിമാരൊക്കെയും ശത്രുക്കളില്ലാത്ത വിധം വന്നിട്ടേയില്ല. വിമർശനങ്ങളിൽ നിന്നവർ മുക്തരായിട്ടില്ല, ആരോപണങ്ങളിൽ നിന്നവരാരും ഒഴിവായിട്ടേയില്ല. അഷ്റഫുൽ ഖൽഖ് മക്കയിൽ ഉദയം ചെയ്ത് നബുവത്ത് കിട്ടി, ദഅവത്തിന്റെ പരിശ്രമത്തിൽ ഏർപ്പെട്ടപ്പോ, വിശുദ്ധ കലിമ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞല്ലോ, മാരണക്കാരൻ എന്ന് പറഞ്ഞല്ലോ, സാഹിർ എന്ന് പറഞ്ഞല്ലോ, മജ്നൂൻ, വട്ടൻ, ഭ്രാന്തൻ എന്ന് വിളിച്ചല്ലോ. സ്വാഭാവികമായും മനുഷ്യ സഹജമായ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അതിനൊരു ആശ്വാസം നൽകാൻ വേണ്ടി അല്ലാഹു ആയത്തിറക്കി, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂൽ ഇല്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ. നബിയേ, അങ്ങേക്ക് മുമ്പ് ഏതൊക്കെ റസൂൽ ഇവിടെ വന്നിട്ടുണ്ടോ, ഏതൊക്കെ നബി ഇവിടെ വന്നിട്ടുണ്ടോ, അങ്ങ് ചെയ്ത ഈ ദൗത്യം ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, ആ ജനത, ആ നബിമാരുടെ ജനതയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്ക്, സാഹിറുൻ ഔ മജ്നൂൻ. അങ്ങ് അതിൽ പ്രയാസപ്പെടണ്ട, ഡ്യൂട്ടി ഇട്ട് പോയിക്കോളൂ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ. ഖുർആന്റെ പ്രഖ്യാപനം അത്. ഇപ്രകാരം, എപ്രകാരം? നബിക്കുള്ളത് പോലെ, അഷ്റഫുൽ ഖൽഖിനുള്ളത് പോലെ, ജഅൽനാ ലികുല്ലി നബിയ്യിൻ, ഓരോ നബിക്കും, ഒരു നബി പോലും ഒഴിവല്ല, ഓരോ നബിക്കും നമ്മൾ സ്ഥാപിച്ചിരുന്നു. അല്ലാഹ് പറയാ, ജഅൽനാ അദുവൻ, ശത്രുവിനെ. ഏതാ ശത്രു? ശയാത്വീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യ ഭൂതവർഗത്തിൽ നിന്നുള്ള ചെകുത്താന്മാര്. എല്ലാ നബിക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാ ഔലിയാക്കൾക്കും ഉണ്ടാവും. അടിസ്ഥാനരഹിത ആരോപണം, അടിസ്ഥാനം ഉള്ളതല്ല കേട്ടോ. വ്യാജസിദ്ധന്മാർ, തട്ടിപ്പ് വീരന്മാർ, ഔലിയാ കുപ്പായിട്ട് ജനങ്ങളെ അത് അടിസ്ഥാനമുള്ള ആരോപണമായിരിക്കും. അതല്ലത് അടിസ്ഥാനരഹിതമായ ആരോപണം. ഏതവസ്ഥയിൽ?
സമ്പൂർണമായ സിദ്ഖുള്ള അവസ്ഥയില്, സുഹുദുള്ള അവസ്ഥയില്, കറകളഞ്ഞ തൗഹീദിൽ വിരാജിക്കുന്ന അവസ്ഥയില് അടിസ്ഥാനരഹിതമായ ദുരാരോപണങ്ങൾ വരിക എന്നത്, ആക്ഷേപങ്ങൾ വരിക എന്നത്, ശത്രുക്കൾ രംഗത്ത് വരിക എന്നത് ഹഖായ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. എന്തിനാണ് ഈ ശത്രുക്കൾ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്നത്? എന്തിനാ ഇറങ്ങുന്നത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റാൻ. അതന്നെ وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നസീഹത്ത് നടത്തിയപ്പോ സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, അത് കേൾക്കാൻ പോണ്ട, കേൾക്കാൻ പോയാൽ കുടുങ്ങും, അത് കേൾക്കാൻ പോണ്ട. വൽഗൗ ഫീഹി, ആരെങ്കിലും കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആ സദസ്സിൽ ചെന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കണം, അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. എന്തിന്? ആ കേൾവിക്കാരെ അവിടെ നിന്ന് മാറ്റാനും ആ ഖുർആൻ പാരായണത്തെ അതിജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടി. വൽഗൗ ഫീഹി, അവിടെ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കണം, ദുരാരോപണങ്ങൾ ഉന്നയിക്കണം. അല്ലെങ്കിൽ ഉച്ചത്തിൽ നിങ്ങൾ വേണ്ടാത്തത് പറഞ്ഞിട്ട് ആ ഖുർആൻ പാരായണത്തെ തടസ്സപ്പെടുത്തണം. ലഅല്ലകും തഗ്ലിബൂൻ, അങ്ങനെ നിങ്ങൾ വിജയിക്കാൻ നോക്കണം. പരിപാവനമായ മുഹമ്മദി മാർഗത്തെ ഖുതുബുൽ അഖ്താബ് തങ്ങൾ തജ്ദീദ് ചെയ്ത, നവോത്ഥാനം നടത്തിയ പരിശുദ്ധ ദീനി മാർഗത്തെ ശംസെന്നും സിഹ്റെന്നും മിസ്മരീസമെന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നവനെ നീ വിജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിലുള്ള ഒച്ച വെക്കുന്നതെങ്കിൽ നീ കേട്ടുകൊള്ളുക, നീ ദുനിയാവിലെ കോടതിയിലും റബ്ബാനിയായ കോർട്ടിലും നീ പ്രതിക്കൂട്ടിലാണ്. ഒരു തർക്കം ഉണ്ടാവില്ല. വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, ഒച്ചപ്പാടുണ്ടാക്കുക, ദുരാരോപണങ്ങൾ ഉന്നയിക്കുക. അങ്ങനെ ജനങ്ങൾ അതിൽ നിന്ന്, ഇതൊക്കെ അന്ന് തുടങ്ങിയതാ. എന്ന് ഹക്കിന്റെ പ്രബോധനം തുടങ്ങിയോ, പ്രചരണം തുടങ്ങിയോ, ഹക്കിന്റെ വക്താക്കൾ, വാഹകർ അതിന്റെ പ്രചരണത്തിന്, അതിന്റെ ഇശാഅത്തിന് ലോകത്ത് എന്ന് വന്നോ അന്നേ ഉണ്ട്, ഇന്നുണ്ട്, അതെന്നും ഉണ്ടാവും. ലോകം കണ്ട മഹാരഥന്മാരായ ആരിഫീങ്ങള്, അബൂ യസീദിൽ ബിസ്താമി റഹിമഹുല്ല ആരിഫീങ്ങളിൽപ്പെട്ട പ്രഗൽഭര, ആ മഹാനുഭാവനെ ബിസ്താം എന്ന നാട്ടിൽ നിന്ന് 7 തവണ ഊരുവിലക്കി. 7 തവണ. ഈ പൂമാല ഏറ്റുവാങ്ങാത്ത, ഈ ഹാരം ഏറ്റുവാങ്ങാത്ത, ദുരാരോപണത്തിന്റെ, വിമർശനത്തിന്റെ, ശത്രുതയുടെ പൂമാല ഏറ്റുവാങ്ങാത്ത ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല. അബൂ യസീദുൽ ബിസ്താമി എന്ന മഹാനെ 7 തവണ ബിസ്താമിൽ നിന്ന് നാട് കടത്തി. ആരാണ് അതിന് ഫത്വ കൊടുത്തത്? ബിസ്താമിലെ അന്നത്തെ മുദരിസും ഖാലിയുമായിരുന്ന ഹുസൈൻ ഇബ്നു ഇബ്രാഹിം എന്ന മഹാപണ്ഡിതൻ, അന്നത്തെ ഫിത്ന ബോർഡിന്റെ അധ്യക്ഷൻ. 7 തവണ പുറത്താക്കി, അതിന് ഫത്വ കൊടുത്ത്. മിസ്രി റഹിമഹുല്ല വേറൊരു ആരിഫാണ്. മിസ്രിലെ വ്യാജന്മാർ, അക്കാലത്തുള്ള വ്യാജന്മാർ ദുന്നൂനിൽ മിസ്രി തങ്ങളെ മരണം വരെ എതിർത്തു, വഫാത്ത് വരെ. ചിലതൊക്കെ ഉണ്ട് തുടക്കത്തിലാണ് തുടങ്ങി പിന്നെ നിർത്തും, ചിലതൊക്കെ ഉണ്ട് വഫാത്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്തും. പിന്നെ ആ ദീർഘം എങ്ങനെയും കിട്ടുമോ നോക്കണേ, ആ വണിയിൽ ഇത് നിർത്തിയില്ല. വഫാത്ത് വരെയും തുടർന്നും അവരെതിർത്തു ദുന്നൂനിൽ മിസ്രി തങ്ങളെ, മിസ്രിലുള്ള ജനങ്ങള്. ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ല സയ്യിദു ത്വായിഫ, തസവുഫിലെ ഇമാമായി പരിഗണിക്കപ്പെടുന്ന മഹാത്മാവ് ജുനൈദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഷഹിദു അലൽ ജുനൈദി ബിൽ കുഫ്രി മിറാറാ, കാഫിറാണെന്ന ഫത്വ, കാഫിറായി എന്ന ഫത്വ, സന്തക്കത്തിന്റെ ദീനിന്ന് പുറത്തായി വഴിപഴച്ചു പോയി എന്നുള്ള ഫത്വ മിറാറൻ പലതവണ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കാഫിറായി പോയിട്ടുണ്ട് എന്ന ഫത്വ ഒരിക്കലല്ല, 976-ലല്ല, 78-ലല്ല, ഒരു ഡേറ്റിലല്ല, മിറാറ പല ആവർത്തി കുഫ്ർ കൊണ്ട് അവർ വിധിച്ചു. സഹ്ലു ഇബ്നു അബ്ദില്ലാഹി തുസ്തുരി മിൻ കിബാരിൽ ആരിഫീൻ,
ആരിഫീങ്ങളിലെ മഹാപ്രഗത്ഭരാണ് സഹിൽ എന്നവര്. മഹാനവറുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കി ബസറയിലേക്ക് നാട് കടത്തി. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ എന്തൊക്കെ ആരോപണം നമുക്ക് ഈ മൈക്കിലൂടെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ശരീഅത്ത് വിരോധി, ശരീഅത്ത് പാലിക്കാത്ത ആള്, എന്തൊക്കെ ആരോപണങ്ങള്. എന്തിനധികം ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു. ദുരാരോപണങ്ങൾ വന്നിരുന്നു. പണ്ഡിത ലോകം പിന്നാലെ കൂടിയിരുന്നു എതിർത്തിട്ടേ. ബഗ്ദാദിലെ 400 പണ്ഡിതന്മാർ മുഷാവറ കൂടി. 40 പണ്ഡിതന്മാരല്ല, 400 പണ്ഡിതന്മാർ. എന്നിട്ടോ അവരവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, ഇനി വിടാൻ പറ്റൂല, ആളുകൾ അങ്ങനെ ഒഴുകുകയാണ് അങ്ങോട്ട് ആ മദ്രസയിലേക്ക്, അദ്ദേഹത്തിന്റെ മദ്രസയിൽ. അതുകൊണ്ട് വിടാൻ പറ്റൂല, നമുക്ക് സംഘടിക്കണം. 400 പേരും മുഷാവറ കൂടിയിട്ട് അവരെന്താ തീരുമാനിച്ചത്? ഏറ്റവും ടൈറ്റായ ക്വസ്റ്റ്യൻസുകൾ ഓരോരുത്തർ കണ്ടെത്തുക. ഞാനൊരു ചോദ്യം കണ്ടെത്തുക, പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത, സാധാരണ നിലയ്ക്ക് ഉത്തരം കിട്ടാത്ത ടഫായ ക്വസ്റ്റ്യൻ കണ്ടെത്തുക. അങ്ങനെ 400 ആളും ചോദ്യം കണ്ടെത്തുക, എന്നിട്ട് പോയി ചോദിക്കുക. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഉത്തരം മുട്ടിക്കാം. 400 പണ്ഡിതന്മാർ കൂടി ആലോചിച്ച് അവരൊരുങ്ങി തയ്യാറായി അവർ പോവാണ്. ശൈഖ് തങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് 400 ആലിമീങ്ങൾ. ശൈഖ് തങ്ങള് ജാലകങ്ങളിലൂടെ പുറത്തു നോക്കുമ്പോ ഒക്കെ ഉണ്ട് തലയെ കെട്ടിട്ട് നല്ല ആലിമീങ്ങൾ ഇങ്ങനെ നിറഞ്ഞിക്കുക. അപ്പൊ ഖാദിമിനോട് പറഞ്ഞു, ഇന്നെന്താ രാവിലെ തന്നെ ഉള്ള ആലിമീങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്താ സംഭവം, പോയി ചോദിച്ചു നോക്കുക. ഖാദിമി എന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങളെ ആഗമനോദ്ദേശം എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ ഇഷ്കാല് തീർക്കാൻ വന്നതാ, കുറച്ച് സംശയമുണ്ട്, തീർക്കാൻ വന്നതാണ്. കുഴപ്പമില്ല, ഇവിടെ വെയിറ്റ് ചെയ്യൂ, തങ്ങൾ വരുമ്പോ കാണാന്ന് പറഞ്ഞ ഇരുത്തി. തങ്ങൾ റെഡിയായി. ഒരു ജനങ്ങളെ മുന്നിൽ വരുമ്പോ അതിന്റെ ഒരു മട്ടം കോലൊക്കെ ഉണ്ടല്ലോ അല്ലേ, അത് റെഡിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ണാടി കിട്ടാത്തൊരു ദിവസം വെള്ളപ്പാത്രത്തേക്ക് നോക്കി മുടി ചീകിയെന്ന് ആയിഷ ബീവി പറയുന്നു. എന്താ റസൂലെ ഇങ്ങനെയൊക്കെ, എന്നെ കാണാൻ ആളുകൾ വരുമ്പോ ഞാൻ മെനക്കെ ഞാൻ പോവുള്ളൂ, തന്നെ സുഹൃത്ത്. വെള്ളപ്പാത്രത്തിലേക്ക് നോക്കിയിട്ട് മുടിയൊക്കെ റെഡിയാക്കിയിട്ടാണ് തങ്ങൾ പോയത്. അപ്പൊ ആ ഒരുക്കൊക്കെ ഒരുങ്ങിയിട്ട് വന്ന് ആ വരവാണ്ട് വന്നിട്ട് ആ ശൈലിയിൽ വന്നിട്ട് ആ കസേരയിൽ ഇങ്ങോട്ട് ഇരുന്നു. ആ മുഖം കണ്ടതോടുകൂടെ ആലിമീങ്ങളൊക്കെ ഒന്ന് അന്താളിച്ചു. അവരെ ഫ്യൂസൊക്കെ അടിച്ചു പോയി. അവരൊക്കെ തറയിൽ അങ്ങോട്ട് ഇരുന്നു. ശൈഖ് തങ്ങൾ ചേർല ആ രാജകീയ പ്രൗഢിയിലിരുന്ന് ആലിമീങ്ങളൊക്കെ നിലത്ത് ഇങ്ങനെ പ്രതലത്തിനിട്ട് ഇരുന്നിട്ട് കഴിഞ്ഞപ്പം തങ്ങൾ പറഞ്ഞു, അല്ല നിങ്ങളെന്തോ സംശയം ചോദിക്കാൻ വന്നാണെന്നാണല്ലോ പറഞ്ഞേ, സംശയം ചോദിച്ചോളൂ പറഞ്ഞു. ആരും ഒന്നും മിണ്ടുന്നില്ല, ഒക്കെ ഡിലീറ്റ് ആയി പോയി. ഇത് പറയാൻ ഓർമ്മ വേണ്ടേ, ആർക്കും ഒന്നും പറയാൻ ഓർമ്മയില്ല. ഇത് നമുക്കും അനുഭവമുണ്ട്. തിരുഹലറത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ പറയാൻ വിചാരിച്ച ഒക്കെ ഡിലീറ്റ് ആവും. ചില സാധുക്കൾ എന്ത് ചെയ്യുന്നറിയാം, വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുറിപ്പിലൊക്കെ എഴുതിയിട്ട് പറയാനുള്ളതൊക്കെ എഴുതിയിട്ട് എനിക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ട് ഇതാ പിടിച്ചോളിയും. അപ്പൊ വായിച്ചു നോക്കിയിട്ട് എന്താ ചങ്ങാതിയെ നിന്നെ കുറിച്ച് എനിക്ക് അറിയണല്ലേ, അതിരിക്കട്ടെ. അപ്പൊ ഈ ഡിലീറ്റ് ആകുന്ന അവസ്ഥ എന്നുണ്ട്. ആലിമീങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല, ഒരുക്കി തയ്യാറാക്കിയ ചോദ്യം ചോദിക്കാൻ ഓർമ്മയില്ല. അപ്പോ നിശബ്ദത തളം കെട്ടിക്കുകയാണ്. ശൈഖ് തങ്ങൾ പറഞ്ഞു, ചോദിക്കൂ, ചോദിക്കാൻ വന്നല്ലേ. അപ്പൊ വരെ പ്രസിഡന്റ് മുന്നിലിരിക്കുന്നുണ്ട്. ഇതിന് ചട്ടം കെട്ടി കൂട്ടിക്കൊണ്ടുവന്ന പ്രസിഡന്റ്, പിറകിലിരിക്കുന്ന ആൾക്കാർ തോണ്ടാൻ തുടങ്ങി. നിങ്ങളല്ലേ ഈ ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് കൊണ്ടുവന്ന്, നിങ്ങൾ ചോദിക്കാറ് ഓർമ്മയില്ല. അങ്ങനെ കുറെ നേരം ഇങ്ങനെ നിന്നപ്പോ ഇവർക്ക് മനസ്സിലായി ഇത് നമ്മൾ വിചാരിച്ച ആളല്ല. അവർ സത്യസന്ധരായിരുന്നു. ബഗ്ദാദിലെ ആലിമീങ്ങൾ സത്യസന്ധരായിരുന്നു. അവർ നേര് കണ്ട അംഗീകരിക്കുന്നവരായിരുന്നു. അവരോരോരുത്തരായി എണീറ്റു. ആ തിരുകദമിൽ ചെന്ന് ക്ഷമാപണം നടത്താൻ തയ്യാറായി. ആ തൃപ്പാദങ്ങളിൽ ചെന്ന് മാപ്പ് ചോദിക്കാൻ തയ്യാറായി. ഓരോരുത്തര് കടന്നു വരുമ്പോഴും ഒരു ചെറിയ നസീഹത്ത്. ആ നസീഹത്തിൽ എന്തുണ്ട്? അവര് കരുതി വെച്ച ചോദ്യത്തിനുള്ള ഉത്തരണ്ട്. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, ശൈഖുനാ വ മുർഷിദുനാ അസ്സയ്യിദ് മുഹമ്മദ് ഫളൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു കാലത്ത് നസീഹത്തോട് നസീഹത്ത് ചെയ്തു. എനിക്കും അംജദ് ഉസ്താദിനൊന്നും അത് ലൈവായി കാണാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഉണ്ടായവരാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിഭാഗം ആൾക്കാരും. അനുഭവസ്ഥര് പറയാറുണ്ട്, 10 ആള് കേൾക്കാൻ വന്നാൽ 10 ആൾക്കുള്ള ആൻസർ അതിൽ ഉണ്ടാവാറുണ്ട്. ആർക്കെന്താ വേണ്ടത് ആ മരുന്ന് ആ നസീഹത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ ഈ ആലിമീങ്ങൾ ഓരോരുത്തര് മുസാഫഹത്ത് ചെയ്യാൻ മാപ്പ് ചോദിക്കാൻ വരുമ്പോ അവരോട് ഒരു നസീഹത്ത്, ആ നസീഹത്തിൽ അവർ ചോദിക്കാൻ വിചാരിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ഉൾക്കൊണ്ട മറുപടി പറഞ്ഞു. അതോടെ അവർക്ക് ബോധ്യായി
ഇത് ലദുന്നിയായ ഇൽമു വരുന്ന കേന്ദ്രമാണ്. നമ്മൾ വിചാരിക്കുന്ന സ്ഥലമല്ല. അവർ തൗബ ചെയ്യുകയും നന്നായി മാറുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇതേപോലെ സത്യസന്ധമായി അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല, ആത്മാർത്ഥമായി സെർച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. മഹാനരായ ഉമർ ഖാലി തങ്ങൾ മമ്പുറം തങ്ങളെടുത്തിട്ട് ചോദ്യം ചോദിക്കാൻ വന്നതാ. ശരീഅത്ത് വിരുദ്ധമായ ചില ജീവിതം മമ്പുറം തങ്ങൾക്ക് ഉണ്ടെന്ന് വെളിയങ്കോട് ഉമർ ഖാലി റഹിമഹുല്ല കേട്ടപ്പോ ചോദ്യം ചോദിക്കാൻ വന്നതാണ്. പക്ഷെ ആ വരവിൽ സത്യസന്ധത ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു, തൊലബുണ്ടായിരുന്നു. വന്ന് സയ്യിദ് അലവിയുൽ മൻഫുറമി ഖുതുബുസ്സമാൻ തങ്ങളെ മുന്നില് ഉമർ ഖാലി വന്ന് നിന്നപ്പം ഡിലീറ്റഡായി. ഓർമ്മയില്ല, ചോദിക്കാൻ കരുതിയ കാര്യം ഓർമ്മയില്ല. കുറെ നേരമൊക്കെ അങ്ങനെ വെള്ളമിറക്കി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് അവിടെ ആയുധം വെച്ച് കീഴടങ്ങി. ഉടനെ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മൻഫുറമി തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് മന്ത്രി ചൂതി കൊടുത്തു. അത് കുടിച്ചപ്പോ മഅരിഫത്തിന്റെ ഇൽമു സംസാരിക്കാൻ തുടങ്ങി, മഅരിഫത്തിന്റെ കാവ്യങ്ങൾ ആലപിക്കാൻ തുടങ്ങി. ഉമർ ഖാലി തങ്ങളുടെ കവിതയൊക്കെ എത്ര ഗഹനമാണ്. സൂഫികളിലെ ആ ഇഷ്ഖിന്റെ അനുരാഗത്തിന്റെ ഈരടികൾ അതൊക്കെ പാടാനും പറയാനും തുടങ്ങിയത് ആ ഒരു ഗ്ലാസ് മന്ത്രി ചൂതിയ വെള്ളം കുടിച്ച് അന്ന് തൊട്ടാണ്. സത്യസന്ധത വേണം. നേരും നെറിയുമില്ല എങ്കിൽ നിഫാഖാണ് ഉള്ളിലെങ്കിൽ, ഇനാദാണ് മത്സര ബുദ്ധിയാണ് ഉള്ളിലെങ്കിൽ, ജുഹൂദാണ് നിഷേധ മനോഭാവമാണ് ഉള്ളിലുള്ളതെങ്കിൽ ഇനി എന്ത് കണ്ടാലും അംഗീകരിക്കില്ല. നമ്മുടെ ചരിത്രത്തിൽ അതുണ്ടല്ലോ. ശൈഖുനാ വ സയ്യിദുനാ അസ്സയ്യിദ് മുഹമ്മദ് ഫളിൽ പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവര് കേരളത്തിലെ ഉലമാഇന്റെ മുശാവറയിലേക്ക് കടന്നു ചെന്നല്ലോ. 1978 മാർച്ച് 16 എന്തിനാ മുശാവറയിലേക്ക് പോയത്? ആളാകാൻ പോയതല്ല, ആളെ കൂട്ടാൻ പോയതല്ല, പ്രചരണാർത്ഥം പോയതല്ല, പ്രസ്ഥാനം വലുതാക്കാൻ പോയതല്ല, അവരെ വെല്ലുവിളിക്കാൻ പോയതല്ല. പിന്നെന്തിന്? തുഹ്മത്ത് മാറ്റാൻ, തെറ്റിദ്ധാരണ തീർക്കണല്ലോ. അതൊരു മുഅ്മിനിന്റെ ഡ്യൂട്ടിയാണ്, ബാധ്യതയാണ്. തൻ്റെ കൂടെ കൂടിയ പാവങ്ങളായ ശിഷ്യന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ആ തെറ്റിദ്ധാരണ തീർക്കാൻ, അതോടൊപ്പം തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ ഈമാൻ ഒന്ന് കരുത്തുള്ളതാകാൻ, ഒന്ന് ശക്തമാകാൻ വേണ്ടിയാണ് മുശാവറയിലേക്ക് ശൈഖുനാ തങ്ങൾ കടന്നു ചെന്നത്. 1978 മാർച്ച് 16 പണിക്കോട്ടും പടി, മലപ്പുറം ജില്ലയിലെ പണിക്കോട്ടും പടി, ഇപ്പോൾ പടിക്കൽ എന്നാണ് ആ അങ്ങാടിയുടെ പേര്. അവിടത്തെ ജുമഅ മസ്ജിദിൽ കൂടിയ മുശാവറയിലേക്ക് അഭിവന്യരായ തങ്ങളും 1-2 ശിഷ്യന്മാരും കടന്നു ചെന്നു. ആ സംഭവത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാക്ഷി ഈ ഇരിക്കുന്ന CP ഉസ്താദ് മാത്രമാണ്. അവിടെ ചെന്നു, ആലിമീങ്ങളെ മുശാവറയിലേക്ക് ചെന്നു. തുടക്കത്തിൽ ചില ശബ്ദ കോലാഹലങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒച്ച ഉയർന്നപ്പോൾ ശൈഖുനാ തങ്ങൾ ശാന്തരായി ചോദിച്ചു, അല്ല വലിയ ബഹളം വഴക്ക്, അല്ല ഇതൊരു ആലിമീങ്ങളെ മജ്ലിസാണോ എന്ന് ചോദിച്ചു. വലിയ വഴക്ക് തുടങ്ങിയപ്പോൾ അല്ല ഇതൊരു ആലിമീങ്ങളെ മജ്ലിസാണോ എന്ന് ചോദിച്ചു. ശാന്തരായി, എല്ലാവരും ശാന്തരായി. പിന്നെ ഞാൻ ചരിത്രം എല്ലാം വിശദമായി പറയുന്നില്ല. അനുഭവസ്ഥർ ഞാനുമായി പങ്കുവെച്ചതിൽ നിന്ന് ഇപ്പൊ പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. പിന്നെ അവരെ ഭാഗത്ത് നിന്നൊരു ചോദ്യം, അല്ല തങ്ങള് ഖുതുബുസ്സമാനാണ്, ഷെയ്ഖാണ്, ഗൗസാണ്, കുത്തുബാണ് എന്നൊക്കെ വാദിച്ച് നടക്കുന്നതായിട്ട് തങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെ ചോദ്യമാണ്, കുത്തുബും ഗൗസും കുത്തുബുസ്സമാനൊക്കെ ആണ് താനെന്ന് വാദിക്കുന്നുണ്ടല്ലോ, അങ്ങനെ വാദിക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. ശൈഖുനാ തങ്ങൾ അവിടെയും ശാന്തരായി പറഞ്ഞു, അത്തരം വാദങ്ങളൊന്നും എനിക്കില്ല, അതൊന്നും വാദിക്കാൻ പറ്റിയ കാര്യങ്ങളും അല്ല. എന്താ പറഞ്ഞത്? അത്തരം വാദങ്ങളൊന്നും എനിക്കില്ല, അതൊന്നും വാദിക്കാൻ പറ്റിയ കാര്യങ്ങളും അല്ല. പിന്നെയോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പഠിച്ച ആളാണ്. എൻ്റെ മുന്നിൽ വരുന്ന ശിഷ്യന്മാർക്ക് ഞാനത് പഠിപ്പിച്ചു കൊടുക്കാറും ഉണ്ട്. അത് എങ്ങനെയാണ്, എന്താണ് എന്ന് വിശദീകരിക്കാൻ സമയം തന്നാൽ ഈ ഉലമാഇന്റെ മജ്ലിസിൽ ഞാൻ വിശദീകരിക്കാം. അവർ പറഞ്ഞു, അതൊന്നും വേണ്ട, വിശദീകരിക്കണ്ട. ഇത്ര കേട്ടപ്പോൾ തന്നെ അവർക്ക് പിടിവിട്ടു.
അന്ന് ആ യോഗത്തിന് അധ്യക്ഷം വഹിച്ചിരുന്ന കൊയ്യോട് മൊയ്തീൻകുട്ടി ഉസ്താദ് മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റും ആ മുശാവറയുടെ അധ്യക്ഷരുമായിരുന്ന ആലിമ് കൊയ്യോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു തങ്ങളെ കുറിച്ച് ഇതാണോ പുറത്തൊക്കെ പ്രചരിക്കുന്നത്? ഇത് തെറ്റിദ്ധാരണയാണ്. വഫീ റിവായത്തിൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ മുത്ത് പോലത്തെ തങ്ങളെ കുറിച്ചാണോ ഈ ജനങ്ങൾ ഇതൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നാട്ടുകാരോട് ഇതിന്റെ നിജസ്ഥിതി പറയണം, സത്യം പറയണം എന്ന കരാർ അവിടെ തീരുമാനായി. നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാമെന്ന് തീരുമാനായി. അങ്ങനെ മുശാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെന്താ സംഭവിച്ചത്? ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ വലാകിൻ അകസു വഗദറു വഅലനു ഫീ ജറാഇദിഹിം ഖിലാഫ മാ വഅദു. മൗലിദിൽ അൽ ആലിമുൽ അല്ലാമ ഉമർ ഉസ്താദ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മൗലിദില്. നമുക്ക് തെറ്റിദ്ധാരണ തീർക്കാം, നമുക്ക് ഒത്തൊരുമിച്ച് പോകാം. ഇത് തുഹുമത്താണ്, തെറ്റിദ്ധാരണയാണ്, ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാന്നൊക്കെ വഅദ ചെയ്തിട്ട് വലാകിൻ അകസു നേരെ ഓപ്പോസിറ്റാ പിന്നെ കണ്ടത്. വഗദറു ചതിയാണ് കണ്ടത്. വഅലനു ഫീ ജറാഇദിഹിം ഖിലാഫ മാ വഅദു. കരാറിൽ എഴുതി ഒപ്പിട്ടതിന് ഘടകവിരുദ്ധമായിട്ടാണ് പിന്നെ പ്രസിദ്ധീകരണങ്ങളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ, നമുക്ക് പരാതിയില്ല. അള്ളാഹ് അവരെ ഏൽപ്പിച്ച പണി അവരെടുത്തോട്ടെ. നെഗറ്റീവും പോസിറ്റീവും കൂടി ഉണ്ടാവുമ്പോഴേ എനർജി ഉണ്ടാവുള്ളല്ലോ. നമുക്ക് അവരെ കാര്യത്തിൽ സഹതപിക്കാന്നല്ലാതെ ഒരു കിബിറും അവരെ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, അവരെ പണിയെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എതിർപ്പ്, ശത്രുക്കള് എന്നത് എല്ലാ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരാരോപണമാണ് നിസ്കാരമില്ലാത്ത ടീമാണ്. തുറന്നങ്ങോട്ട് പറയാം, എന്തിനൊക്കെ ഇതൊക്കെ പറയാക്കണേ? താരിഖു സ്വലാത്താണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ ഒരു നെടുന്തൂണാണ് നിസ്കാരം. അത് നിഷേധിച്ചവന് ഇസ്ലാമിലെ സ്ഥാനമില്ല, അവൻ കാഫിറാണ്. ഒരു തർക്കമില്ല. എന്നാൽ നിസ്കാരത്തിന്റെ ലാഹിറും ബാത്തിനും ഉള്ളും പുറവും പുറന്തൊലിയും അകക്കാമ്പും യഥാവിധി അനുഷ്ഠിക്കുന്നവർ, ആചരിക്കുന്നവർ, കൊണ്ടു നടക്കുന്നവർ ഈ മഹാരഥന്മാരായ നായകന്മാർ മാത്രമാണ്. ലാഹിറുള്ള നിസ്കാരവും ബാത്തിലുള്ള നിസ്കാരവും അതിന്റെ കാമ്പും ഒക്കെ അവരെടുത്തുള്ളത്. എന്നാലോ വൈലിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരം അത് അവർക്ക് ഉണ്ടാവില്ല കേട്ടോ, അതുണ്ടാവില്ല. ചില നിസ്കാരം ഉണ്ട്, നിസ്കരിക്കും തോറും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു നിസ്കാരം. വൈലിലേക്ക് പോകുന്ന നിസ്കാരം ഖുർആൻ പറഞ്ഞില്ലേ, ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞില്ലേ. അശ്രദ്ധരായിക്കൊണ്ട് അള്ളാഹുവിനെ കളിയാക്കുന്ന നിസ്കാരം വൈലിലേക്ക്, നാശത്തിലേക്ക്, നരക തെരുവിലേക്ക് കൊണ്ടുപോകുന്ന നിസ്കാരം അത് അവർക്കുണ്ടാവില്ല. അതുപോലെ തന്നെ മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം തസിദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ ഖാല റസൂലുള്ളാഹി. ഒരുത്തന്റെ നിസ്കാരം കൊണ്ട് അയാളെ നന്നാക്കിയില്ലെങ്കിൽ, ആ നിസ്കാരം അയാളെ നന്നാക്കിയില്ലെങ്കിൽ, നീചമായ വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് നിസ്കാരം തടയുന്നില്ലെങ്കിൽ ലം തസിദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ, ആ നിസ്കാരം കൊണ്ട് അകലും അല്ലാഹുവിൽ നിന്ന്. ഒരു ളുഹർ നിസ്കരിച്ചപ്പോ ഇച്ചിരി അകന്നു, അസർ കുറച്ചകന്നു. 50 വയസ്സ് നിസ്കരിച്ചു 5 നേരം, അത്ര അള്ളാഹുവിൽ നിന്ന് അകന്നു. ഞാൻ പറയല്ല, ഹദീസിലുള്ളതാണ് ഇത്. ആ നിസ്കാരം അവർക്ക് ഉണ്ടാവില്ല. അതേതാ നിസ്കാരം? ഇന്നലെപ്പോ ഒരു ക്ഷീണം, രാവിലെ 8 മണിക്ക് കണ്ടപ്പോ ആചാര്യ അസ്സലാമു അലൈഹി വലൈഹിസ്സലാം, എന്താ ആചാര്യ വർത്താനം? ഒരു ക്ഷീണം. എന്തേ ആചാര്യ പറ്റി? ഇന്നലെ തഹജ്ജുദിന് എണീറ്റിട്ട് പിന്നെ ഉറക്കം വന്നില്ല. ആ ഒരു ഒലക്കമല പുളിച്ച് നിസ്കാരം ഉണ്ടല്ലോ, അല്ലദീനഹും യുറാഊൻ എന്ന് പറഞ്ഞ നിസ്കാരം, അത് ഉണ്ടാവില്ല. അള്ളാന്റെ ഔലിയാക്കൾക്ക് അത് ഉണ്ടാവില്ല. നിസ്കരിക്കാൻ പോയിട്ട് വന്നിട്ട് മുട്ടിന്റെ കാലിലുണ്ട് വേദന തുടങ്ങി നിസ്കരിക്കുക, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഫള് തന്നെ എന്തുകൊണ്ടാണ്? അർദ്ധരാത്രിയിൽ തന്റെ കെട്ടിയോള് പോലും അറിയാതെ കൂരിരുട്ടിൽ എണീറ്റ് പോയിട്ട് അള്ളാഹുമായിട്ട് നടത്തുന്ന മുനാജാത്ത, അതാണ് ഈ ആളുകളെ മുന്നിൽ. ഇന്നലെ പിന്നെ തഹജ്ജുദ് എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയില്ല. ഈ ഹംക്ക് ഉറങ്ങാത്ത കഥ അല്ലാണ്ട് തഹജ്ജുദിന്റെ വണ്ണവൽപ്പാണ് ആ പറയണത്. ആ നിസ്കാരം അള്ളാഹിന്റെ ഔലിയാക്കൾക്കും ഉണ്ടാവില്ല, ആ ഔലിയാക്കളെ പിന്തുടരുന്നവർക്കും ആ നിസ്കാരം ഉണ്ടാവില്ല. ഉണ്ടാവാൻ പറ്റുമോ? എന്തിനാ അത് നരകത്തിന് വറകാക്കുന്ന നിസ്കാരം? യഥാർത്ഥ നിസ്കാരം അവരിലാണുള്ളത്. അബുൽ ഹസൻ ഇശ്ശാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് ആരോപണം.
മുൻകാല മശായിഖുമാരെ കുറിച്ചൊക്കെ നിസ്കാരമില്ലാത്തവരെന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. കൃത്യമാണ്, എവിഡൻസ് ഉണ്ട്, രേഖകളിൽ കൃത്യമാണ്, തസവൂഫിന്റെ കിതാബുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ സംഭവം, നിസ്കാരമില്ലാത്തവരെന്ന ആരോപണം. അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഇസ്കന്ദറിൽ ജീവിക്കുന്ന കാലത്ത് ഇസ്കന്ദറിലെ ഖാലിയും കൂട്ടക്കാരും ചോദ്യം ചെയ്യാൻ വന്നു. എന്താ ചോദ്യം ചെയ്യാൻ വന്നത്? എന്താ നിസ്കരിക്കാത്തത്? ഇത് ചോദിക്കാനാ വരുന്നേ. ദുരാരോപണാണ്. ജുമാക്ക് വരുന്നുണ്ട്, 5 നേരം ഇപ്പൊ പള്ളിയിൽ ഇങ്ങനെ ജമാഅത്തിനെ ആരെ കാണാൻ പറ്റുക? ഇപ്പൊ ഞാനൊരു പള്ളിയിലെ ഇമാമ, എന്നെ ആഴ്ച 3 ദിവസം അവിടെ കാണുള്ളൂ, എന്താ ചെയ്യാൻ പറ്റുക? ഇതൊക്കെ വെറുതെ ദുരാരോപണങ്ങളാണ്. ഇസ്കന്ദറിലെ ഖാലിയും കൂട്ടാളികളും അബുൽ ഹസൻ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്, ഷാദിലി മാമന്റെ മുന്നിൽ വരികയാണ്. എന്തിന്? നിസ്കാരത്തെ കുറിച്ച് ചോദിക്കാൻ. അവര് വന്ന് സലാം പറഞ്ഞിട്ട് കേറിയും കെട്ട് ഇരുന്നിട്ടില്ല. അവരോട് അങ്ങോട്ട് ചോദിച്ചു. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന്റെ മുമ്പ് ഹൽ സ്വല്ലൈതും ഖത്തു, നിങ്ങൾ വല്ലപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തങ്ങളെ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കാനാണ് ഇവർ വന്നത്, ഖാലിയരും കൂട്ടരും. കേറി വന്നേക്കാൻ തന്നെ അവരോട് അങ്ങോട്ട് ചോദിച്ചു, ഹൽ സ്വല്ലൈതും ഖത്തു, നിങ്ങൾ വല്ലപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ വല്ലപ്പോഴും. ഇപ്പൊ ഞാൻ മെഹ്റാബെന്നും ഈ പിന്നിൽ വന്നാലൊക്കെ മൗമൂമിങ്ങളെ നിസ്കരിച്ച് വരിക, ഇതെന്ത് ചോദ്യാന്ന് വെച്ചു. അപ്പൊ വിശുദ്ധ ഖുർആനോട് ഓതി കൊടുക്കാൻ തുടങ്ങി. മആരിജ് സൂറത്തിന്റെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഓതി കൊടുത്തു. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون. അബുൽ ഹസൻ ശാദിലി റഹിമഹുല്ല ഇസ്കന്ദറിലെ ഖാലിയർക്കും കൂട്ടാളികൾക്കും ഓതിക്കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ കലാമ്. എന്താണ് ഇതിന്റെ ആശയം? ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, തീർച്ചയായിട്ടും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങേ അറ്റം അക്ഷമനായ നിലക്കാണ്. ഒരു സ്ഥലത്ത് ക്ഷമിച്ച് നിൽക്കാൻ വെച്ച, ഇരിക്കാൻ വെച്ച, ഇങ്ങനെ അക്ഷമ, ഏറ്റവും വലിയ ക്ഷമകേടുള്ള അവസ്ഥയിലാണ് മനുഷ്യന്റെ നേച്ചർ. ഇദാ മസ്സഹു ശർറു ജസൂഅ, മനുഷ്യനെ ഒരു നാശം ബാധിച്ചാൽ, ഒരു വിപത്ത് ബാധിച്ചാൽ, ജസൂഅ, അവൻ അങ്ങേയറ്റം പൊറുതികേട് കാണിക്കും. ഒരു പല്ലുവേദന രാത്രിന് വന്നപ്പം ഒരു ഉപ്പുള്ളം കൊണ്ടൊക്കെ അങ്ങോട്ട് വാ കുപ്പിളിച്ചൊക്കെ നോക്കി, എന്നിട്ട് കയ്യുണ്ട്. അപ്പൊ ഫോൺ എടുത്ത് വിളിക്കുക, പല്ലുവേദന കൊണ്ട് അടങ്ങാറായിട്ടുണ്ട്, ഒന്ന് ഉറങ്ങാൻ പറ്റണില്ല, പൊറുതികേട്, പല്ലുവേദന. ഇദാ മസ്സഹു ശർറു ജസൂഅ, ഒരു ഷർറ് ബാധിച്ചാൽ അങ്ങേയറ്റം പൊറുതികേട് കാണിക്കും മനുഷ്യൻ. വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, ഗുണമവന് ലഭിച്ചാൽ അങ്ങേയറ്റം അവൻ തടഞ്ഞു വെക്കുന്നവനാണവൻ, പിശുക്കി കെട്ടിപ്പൂട്ടി വെക്കുന്നവനാണവൻ, അക്ഷമനാണവൻ, പൊറുതികേട് കാണിക്കുന്നവനാണവൻ, അറുപിശുക്കനാണവൻ. ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർ ഒഴികെ. ഏത് നിസ്കാരക്കാർ? അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അവരുടെ നിസ്കാരങ്ങളിൽ നിത്യമാണ്. ദായിം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യം. നിത്യമായി നിസ്കാരങ്ങളിൽ നിലകൊള്ളുന്ന ആളുകളല്ലാത്തവരുടെ അവസ്ഥ ഇതാണ്. എന്നുവെച്ചാൽ നിസ്കാരം ഉള്ള ആളുകളിൽ അക്ഷമ ഉണ്ടാവില്ല, പൂർത്തികേട് ഉണ്ടാവില്ല, പിശുക്കത്തരം ഉണ്ടാവില്ല. ആരില്? ദായിമായി നിസ്കരിക്കുന്നവരിൽ ഉണ്ടാവില്ല. ഇത് ഓതി കൊടുത്തിട്ട് തങ്ങൾ അവരോട്, ഖാലിയരോടും കൂട്ടാളികളോടും ചോദിച്ചു, നിങ്ങൾക്കൊരു വിപത്ത് വന്നാല് ക്ഷമകേട് ഉണ്ടാകാറുണ്ടോ ചോദിച്ചു. ഒരു മുസീബത്ത് വന്നാല് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചു. ഒരു വിപത്ത് വന്നാൽ പൊറുതിയേട്, അസ്വസ്ഥത ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ ഇപ്പൊ മനുഷ്യ സഹജമല്ലേ, ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഫമാ സ്വല്ലൈതും ഖത്തു ഹാദിഹി സ്വലാ, ഈ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നിസ്കാരം നിങ്ങൾ ഒരിക്കലും നിസ്കരിച്ചിട്ടല്ല.
പോയി കൊള്ളുക. പ്രിയപ്പെട്ടവരെ, കുറേ എണ്ണം വണ്ണവും കാട്ട് നടക്കുക, അതിലല്ല കാര്യം. ഹദീസിൽ കാണാം, മൻ അത്വാഅ അല്ലാഹ അസ്സ വജല്ല ഫഖദ് ദക്കറഹു. ഒരാള് അള്ളാഹുവിന് കീഴൊതുങ്ങി, അള്ളാഹുവിന് സമർപ്പിച്ച് ഒതുങ്ങി, ഇത്താഅത്ത് 100% ഇത്താഅത്ത്. റബ്ബ് എങ്ങനെയാണോ അവനെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ച് വഴങ്ങിക്കൊടുത്താൽ ഫഖദ് ദക്കറഹു, തീർച്ചയായും ഈ വ്യക്തി ദിക്റുള്ള ആളാണ്. ഈ അള്ളാഹുവിന് 100% കീഴൊതുങ്ങി കൊടുക്കുന്നവൻ ഫഖദ് ദക്കറഹു, അള്ളാഹുവിനെ ദിക്ർ ചെയ്തവനാണ്, അവന് ദിക്റുള്ള മുഅ്മിനാണ്. വഇൻ ഖല്ലത്ത് സ്വലാത്തുഹു വസിയാമുഹു വതിലാവത്തുഹു, അവന്റെ നിസ്കാരവും നോമ്പും ഊത്തും പാട്ടും കുറവാണെങ്കിലും ശരി. കുറവാണ് പറന്ന് നിസ്കരിക്കൂല എന്നല്ല, പറന്നും അതൊക്കെ നിർബന്ധമായതൊക്കെ വീട്ടും. പക്ഷെ ഈ ജനങ്ങളെ മുന്നിലിട്ടല്ല കുറെ സുന്നത്ത് കാണൂല. അത് കുറവാണെങ്കിലും അള്ളാഹുവിന് ഇതാഅത്ത് ചെയ്താൽ അവൻ ദിക്റുള്ള കാമിലായ മുഅ്മിനായി. വമൻ അസല്ലാ, അള്ളാഹുവിനെ ചോദ്യം ചെയ്തു, അള്ളാഹുവിന്റെ വിധികളെ മാനിച്ചില്ല, അത് സംതൃപ്തിയോടെ സ്വീകരിച്ചില്ല, ഫലം യദ്കുറുഹു, അവൻ അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ ഓർക്കാത്ത ദിക്റില്ലാത്ത ആളാണ്. എമ്പാടും നിസ്കാരം നോമ്പും ഊത്തും ദിക്റൊക്കെ അയാളെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും അയാൾ അള്ളാഹനെ ഓർക്കാത്ത അപൂർണനായ വ്യക്തിയാണെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ആരിഫീങ്ങള് അവർ 5 വക്ത് നിസ്കരിക്കും. അതിനു പുറമെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ദായിമൂൻ, അവർക്ക് നിസ്കാരത്തിൽ അകക്കാമ്പുണ്ട്. അല്ലെങ്കിൽ ഈ 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞ എന്തിനാ? അഖിമി സ്വലാത്ത ലിദിക്രി, എൻ്റെ ദിക്ർ സ്ഥാപിക്കാൻ നിസ്കരിച്ചോളൂ എന്നാ പറഞ്ഞത്. നിസ്കാരം നിലനിർത്തുക, എൻ്റെ സ്മരണ നിലനിർത്താൻ. 5 നേരം മാത്രം അള്ളാഹനെ ഓർത്താൽ മതി എന്നാണോ? അല്ല. ഒരു ദിവസത്തിന്റെ പ്രധാന യാമങ്ങൾ 5 യാമങ്ങളിൽ നിർബന്ധമായി ഓർക്കാൻ പഠിപ്പിക്കപ്പെടുക വഴി നിത്യമായ ഓർമ്മയിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണത്. മശായിഖുമാർ 5 നേരത്തെ നിസ്കാരവും അതിനപ്പുറം സദാ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലായിരിക്കും. അവർ വർഷത്തിൽ ഒരു റമദാൻ മാസം മാത്രമല്ല അവർ നോമ്പ് പിടിക്കുക, അവർക്ക് എന്നും നോമ്പാണ്. അല്ലഫല്ലലിഫിന്റെ ഒരു ഭാഗത്ത് കാണാം, ഇഹപരാ ദന്തത്തിനപ്പുറത്തേകമാം പൊരുളിനായി വ്രതമനുഷ്ഠിച്ചിടുകിൽ കാരുണ്യ സർവനാമീശന്റെ സന്നിധി ഇങ്കലേ വ്രതയാത്ര നിർത്തിടാവൂ. അള്ളാഹുവിന്റെ ലിഖാഉം അവന്റെ ജംഉക്കെ ലക്ഷ്യമാണെങ്കിൽ അതുവരെ നോമ്പുടിക്കേണ്ടി വരും. ആ വ്രതയാത്ര, നോമ്പിന്റെ യാത്ര നിർത്താൻ പറ്റൂല. അവ നിത്യനിസ്കാരവും നിത്യ നോമ്പും എല്ലാം ഉള്ളവരാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. അവരെ കുറിച്ചുള്ള ദുരാരോപണങ്ങളാണ് ഇതൊക്കെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഏതാണ്ട് നമ്മുടെ സമയം അടുത്തെത്തി. ഈ സൽഗുണങ്ങളെല്ലാം ഉള്ള പരിശുദ്ധരായ മഹാത്മാക്കളെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവരോട് ചേർന്ന് നിൽക്കുക. ആ സ്നേഹത്തിലും മഈയത്തിലും മഹാന്മാരായ മാതൃകായോഗ്യരായ സ്വഹാബാക്കളെ നാം പിന്തുടരുക. സ്വഹാബാക്കൾ എങ്ങനെ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിക്കുക. അവരെങ്ങനെയാണ് കൂട്ടുകൂടിയത്, അവരുടെ മഈയത്ത്, അഷ്റഫുൽ ഖൽഖുമായിട്ടുള്ള മഈയത്ത് എങ്ങനെ, അങ്ങനെ നമ്മൾ കൂട്ടുകൂടുക. അവരെന്തിനേക്കാളും ഏതിനേക്കാളും അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിച്ചു കൂടെ നിന്നു. അവിടത്തേക്കൊരു പോറലേൽക്കുന്നത് ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നതിനേക്കാൾ അസഹ്യമായി അവർ കണ്ടു. അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്നേഹത്തിന്റെ തീവ്രതയൊക്കെ ചരിത്ര കിതാബിലുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖിന് രോഗം ബാധിക്കുകയാണ്, തങ്ങൾക്ക് ക്ഷീണം ബാധിക്കുകയാണ്. രോഗശയ്യയിൽ തങ്ങൾ ക്ഷീണിച്ച് കിടക്കുന്ന രംഗം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്ന് കാണുകയാണ്. കണ്ടു, നെഞ്ചിന് കുത്തേറ്റു, അകത്തെ ഇറച്ചിക്ക് ഡാമേജായി, എന്നുവെച്ചാൽ മനം നൊന്തു, ക്ഷീണം തോന്നി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളെ രോഗം കണ്ട് നേരെ വീട്ടിലേക്കാ പോയത്. രോഗം ബാധിച്ച് അബൂബക്കർ കിടന്നു രോഗശയ്യയിൽ. അഷ്റഫുൽ ഖൽഖിന് രോഗത്തിന് ആശ്വാസം ഉണ്ടായി, ക്ഷീണം മാറിക്കിട്ടി. വിരിപ്പിൽ നിന്ന് തങ്ങൾ എണീറ്റു, പള്ളിയിൽ വന്നു. അബൂബക്കറിനെ കാണുന്നില്ല. എവിടെ നമ്മുടെ അബൂബക്കർ?
സാനിയസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി, രണ്ടിൽ രണ്ടാമൻ, കൂട്ടുകാരൻ എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ വർണ്ണിച്ചു പറഞ്ഞ എന്റെ സിദ്ദീഖ് എവിടെ, അബൂബക്കർ എവിടെ ചോദിച്ചു. രോഗം മാറി തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, തങ്ങളിങ്ങനെ ക്ഷീണിച്ച് കിടന്നപ്പോൾ അത് വന്ന് കണ്ട് ചെന്ന് കിടന്നതാ, പിന്നെ എണീറ്റിട്ടില്ല, എന്തോ അസുഖമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രോഗിയെ സന്ദർശിക്കണമല്ലോ. തങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നിട്ടൊന്ന് പോയി നോക്കി, കാണേണ്ട താമസം ക്ഷീണിച്ച് കിടന്ന രോഗിയായി കിടന്ന അബൂബക്കർ റളിയല്ലാഹു ചാടി എണീറ്റു. എന്നിട്ടൊരു കവിത ആലപിക്കുന്നുണ്ട്. മരിളൽ ഹബീബു ഫഉത്തുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളിരി ഇലൈഹി. മരിളൽ ഹബീബു, അല്ലാഹുവിന്റെ ആത്മമിത്രമായ നമ്മുടെ എല്ലാമെല്ലാമായ മുത്തു തങ്ങൾ രോഗിയായി. ഫഉത്തുഹു, ആ രോഗം ഞാൻ സന്ദർശിക്കാൻ ചെന്നു. ഫമരിൽതു മിൻ അസഫി അലൈഹി, തങ്ങളുടെ രോഗം കണ്ട് സഹിക്കാൻ പറ്റാതെ ആ ദുഃഖം കൊണ്ട് ഞാൻ രോഗിയായി മാറി. ശുഫിയൽ ഹബീബു ഫസാറനി, ഹബീബിന്റെ രോഗം ശമനം വന്നു, അസുഖത്തിന് ഭേദമുണ്ടായി. ഫസാറനി, എന്നെ കാണാൻ, രോഗിയായി കിടക്കുന്ന എന്നെ കാണാൻ വീട്ടുപടിക്കൽ ഹബീബ് വന്നു. ഫശുഫീതു മിൻ നളിരി ഇലൈഹി, ആരോഗ്യത്തോടെ എന്റെ പൊന്നു തങ്ങളെ ഞാൻ കണ്ടപ്പോ എന്റെ ക്ഷീണവും രോഗവും എനിക്ക് പമ്പ കടന്നു, എനിക്ക് ശമനം കിട്ടി. കണ്ടോ, എന്തൊരു ലിങ്കാണിത്, എന്തൊരു ബന്ധമാണിത്. മഹാനായ ഹുബൈബ് ഇബ്നു അദിയിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ബനുൽ ഹാരിസ് അറസ്റ്റ് ചെയ്തല്ലോ. ബദ്ർ യുദ്ധത്തിൽ വധിക്കപ്പെട്ട പിതാക്കളുടെ ബന്ധുക്കൾക്ക് പകരം ചോദിക്കാൻ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബനുൽ ഹാരിസ്, ഹാരിസിന്റെ മക്കൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബന്ധനത്തിൽ പാർപ്പിച്ചു. തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസം കഴുമരത്തിലേക്ക് കൊണ്ടുവന്ന് ആ കഴുമരത്തിലേക്ക് ഹുബൈബ് എന്നവരെ ഉയർത്തുമ്പോൾ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. യാ ഹുബൈബ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക വ അൻത ഫീ അഹ്ലിക, നീ ഒരു കാര്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിട്ടോളാ, തൂക്കിക്കൊല്ലൂല. നീ ഇഷ്ടപ്പെടുമെന്ന് പറയണം. അന്ന മുഹമ്മദൻ ഫീ മകാനിക, താനുള്ള ഈ സ്ഥാനത്ത് താൻ നേതാവാക്കിയത് ആരെയാണോ ആ മനുഷ്യനായിരുന്നെങ്കിൽ, വ അൻത ഫീ അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തിൽ മക്കളോടൊപ്പമായിരുന്നെങ്കിൽ എന്നൊന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ എനിക്ക് വന്നത് അവിടത്തെ കൂടെ കൂടിയത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മതി, നിനക്ക് മോചനുണ്ട്. ഹുബൈബ് എന്നവർ കഴുമരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഉറക്കെ പ്രസ്താവിച്ചതെന്താണെന്നറിയോ? ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് സന്തോഷത്തോടെ നിലകൊള്ളുമ്പോൾ എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല. ഈ സ്ഥാനത്ത് ഞാൻ സങ്കല്പിക്കുകയോ, അത് പോയിട്ട് ഞാൻ സുരക്ഷിതനായി എന്റെ കുടുംബത്തിൽ കഴിയവേ എന്റെ തങ്ങളുടെ ദേഹത്ത് പുണ്യഭൂമേനിയിൽ ഒരു കമ്പ് തറക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. ആ മാർഗം, സ്നേഹത്തിന്റെ മാർഗം, മഈയത്തിന്റെ മാർഗം, അത് നമ്മൾ പിന്തുടരാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു